ഹലോ ഫാം, എന്തൊക്കെയുണ്ട് വിശേഷം? ഡിസ്നി ഹോട്ട്സ്റ്റാർ പ്ലസ് കെ ഡ്രാമ അതൊരു അടാർ കോംബോ ആണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ലൈറ്റ് ഷോപ്പിന് ശേഷം നമ്മുടെ 11 TV മാക്സിൽ ഈ ടാഗിൽ വരുന്ന പുത്തൻ സീരീസ് ടോൾ. രാശിചക്രം 12. ഈ 12 സോഡിയാക്സും മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ നിലകൊണ്ടാലോ, അതും മനുഷ്യരാശിയെ നീചശക്തികളിൽ നിന്നും രക്ഷിക്കാൻ. പുരാണവും ഫാന്റസിയും ആക്ഷനും ചേർന്ന ഒരു സസ്പെൻസ് ഐറ്റം. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇനി അത്യാവശ്യമായും വേണ്ടത്. 12 നമുക്ക് ആ മാജിക്കൽ വേൾഡിന്റെ പോർട്ടൽ കടന്നു കയറിയാലോ. ലെറ്റ്സ് ഗോ. പ്രകാശം, അതാണ് എല്ലാത്തിനെയും തുടക്കം. പകലും രാത്രിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്ന് വേണ്ട ആകാശവും കടലും കരയും ചെടിയും മരങ്ങളും മൃഗങ്ങളും അങ്ങനെ എല്ലാം തരിശായി കിടന്ന ഭൂമിയിൽ നിറച്ചൊടുവിലായി പ്രകാശം 12 മാലാഖമാരെ സൃഷ്ടിച്ചയച്ചു. ലോകത്തെ ഐക്യതയോടെയും സമാധാനത്തോടെയും നിലനിർത്താനായി ആ മാലാഖമാരുടെ വഴികാട്ടിയായി മനുഷ്യഗണത്തിലെ ഒരുവനെ ദൈവം തിരഞ്ഞെടുത്തു. അങ്ങനെ മനുഷ്യർ സൃഷ്ടാവായ പ്രകാശത്തെ ദൈവമായി കണ്ട് ആരാധിച്ചു പോന്നോടെ ലോകത്ത് ഇരുട്ടിന്റെ പ്രഭാവം നശിച്ചു തുടങ്ങി. അതിനാൽ നീചശക്തികളെ കൂട്ടുപിടിച്ചും രൂപപ്പെടുത്തുകയും ചെയ്തതോടെ ലോകത്ത് വീണ്ടും ഇരുട്ട് വിഴുങ്ങാൻ തുടങ്ങി. ഇതിനെതിരെ പോരാടാനെ പ്രകാശത്തിന്റെ ശക്തമായ സൃഷ്ടിയായ 12 ഏഞ്ചൽസും നീചശക്തികൾക്കെതിരെ കഠിനമായി പൊരുതി പരിത്യാഗങ്ങളോടെ അതിനെ കീഴടക്കുകയുണ്ടായി. ഒടുവിൽ ആ നീചശക്തികളെല്ലാം ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്ത് ഹെൽമൗത്ത് എന്ന ഈവിൾ സോഴ്സിൽ ഈ ഹീനശക്തികളെ തളച്ച് സീൽ ചെയ്തു. ഇതിനായി ഈ 12 മാലാഖമാർക്ക് ത്യജിക്കേണ്ടി വന്നത് അവരുടെ ദൈവിക ശക്തിയായിരുന്നു. അങ്ങനെ ആ നിഗ്രഹത്തോടെ ഏഞ്ചൽസ് മോർട്ടൽസായി നശ്വരമായ ജീവിതം ജീവിക്കാനായി മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ കൂടിക്കൊണ്ടു. ആ 12 മാലാഖമാരുടെ കഥയാണിത്. ഓക്കെ, നമ്മളിപ്പോൾ 2025 എത്തി നിൽക്കുമ്പോൾ ഇതെല്ലാം ഒരു മിത്താണ്, പുരാണം. പണത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുന്നതിൽ ഫോക്കസ് ആയിട്ടുള്ള ലോകത്തിൽ ഈ ഏഞ്ചൽസ് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഉപായമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആവശ്യക്കാർക്ക് പണം കടം കൊടുത്ത് സഹായിക്കുക. ഫിനാൻസ് കമ്പനി എന്ന പോലെ ഒരു പേരുമുണ്ട്, ഏഞ്ചൽ ക്യാപിറ്റൽ ഗ്രൂപ്പ്. ഇവർക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. പണം പലിശയ്ക്ക് കൊടുക്കുന്നത് ക്രിമിനൽസിനും കൊള്ളക്കാർക്കും അതുപോലുള്ളവർക്കും മാത്രം. കാരണം അതാവുമ്പോൾ മുതലും പലിശയും തിരികെ കിട്ടാൻ 2 കൊടുക്കാനും വലിയ വിഷമമില്ല. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ 12 ഏഞ്ചൽസിൻ്റെയും ഇപ്പോഴത്തെ ഇവിടുള്ള ഈ ജീവിതമാണ്. അതറിഞ്ഞതിന് പിന്നാലെ ഒട്ടും സമയം കളയാതെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഈവിൾ പവറിൻ്റെ തിരിച്ചുവരവും സാക്ഷ്യം വഹിക്കുക എന്നത് നല്ലൊരു പരിപാടിയാണ്. കാര്യങ്ങളെല്ലാം ഷടപടയെന്നായിക്കോട്ടെ. ആദ്യം തന്നെ കൂട്ടത്തിലെ ജിമുട്ടനായ തേസിനെ പരിചയപ്പെടാം. കടുവയുടെ പോലുള്ള അലങ്കാരമൊക്കെയുള്ള ട്രാക്ക് സ്യൂട്ട് കണ്ട് മനസ്സിലാക്കാം ഇവനാളൊരു പുലിയാണ്. ടൈഗർ സോഡിയക് ഏഞ്ചലാണ് തേസൻ. ഗ്രൂപ്പിന്റെ പലിശയും മുതലും തിരിച്ചു പിടിക്കാൻ നടക്കുന്ന ലോൺ ഷാർക്ക്. തേസൻ ഇപ്പോൾ ജയിലിലെത്തിയിരിക്കുന്നത് അവിടെ കിടപ്പുള്ള ഒരുവൻ മുതലും പലിശയും ചേർത്ത് 2 ബില്യൺ വോൺ ആണ് തരാനുള്ളത്. ജോങ് ഷി, ഇയാളെന്തോ തിരിമറി ഒപ്പിച്ചതിൻ്റെ പേരിൽ അറസ്റ്റായതാണ്. എന്തായാലും ഈ അവസ്ഥയിൽ ക്യാഷായി കിട്ടില്ല. പകരം ബിസിനസ്സും കാറും ഒക്കെ ഗ്രൂപ്പിന്റെ പേരിലേക്ക് മാറ്റാനുള്ള എഗ്രിമെന്റ് പത്രവുമായിട്ടാണ് തേസൻ എത്തിയിട്ടുള്ളത് സൈൻ ചെയ്യിക്കാൻ. തീർച്ചയായും ജോംഷിക്ക് ഇതിന് മനസ്സില്ല. ജയിലിൽ നിന്നിറങ്ങി എത്ര കഷ്ടപ്പെട്ടിട്ടായാലും പണി ചെയ്ത് പൈസ തിരിച്ചു തരാം എന്ന് നിൽക്കുന്നത് കണ്ട് അയാളുടെ ഈ ഏഞ്ചൽ ഗ്രൂപ്പിന്റെ ക്രൈറ്റീരിയയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ട് ഇറങ്ങുന്നു. പോകുന്നതിന് മുമ്പ് തൈസൺ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ 100 കൊല്ലമായി ഞാൻ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരുത്തനും എന്നെ വെട്ടിച്ചു പോയിട്ടില്ല. ജോംഷിക്ക് ഇതൊരു കളിപ്പീരായിരിക്കാം, എന്നാൽ നമുക്ക് മനസ്സിലായി ഇത് വെറും വാക്കല്ലെന്ന്, അല്ലേ? അപ്പോൾ 100 കൊല്ലമേ ആയിട്ടുള്ളൂ ഇവർ ഈ ഏർപ്പാട് തുടങ്ങിയിട്ട്. അതിനു മുന്നേ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നറിയാൻ മുന്നോട്ട് തന്നെ പോയി നോക്കണം. തേസൻ അവിടെ നിന്നിറങ്ങിയ ഉടനെ വിളിക്കുന്നത് ജിജോയെ, മറ്റൊരു ഏഞ്ചൽ മൂഷികനാണ്, റാഡ് സോഡിയാക്. അവനൊരു ടെക്കിയാണ്. തേസൻ ജിജോയെ വിളിച്ചിട്ട് ഉടൻ തന്നെ ജോംഷിക്ക് ജാമ്യത്തിനുള്ള പണമടയ്ക്കാൻ പറയുന്നത് അയാളെ പുറത്തിറക്കാനാണ്, കൊടുത്താണോ തിരിച്ച് മേടിക്കാനായി. കാരണം എന്തായാലും ഒപ്പിടാൻ പോകണില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് പുറത്തിറക്കിയാൽ വേണ്ട രീതിയിൽ ഇടപെടാം. ഏഞ്ചൽസിന്റെ തവളമായ തേസൻ ബിൽഡിങ്ങിന്റെ നെൽപ്പുവശമെന്ന് നോക്കിയാൽ ടോപ്പ് ഫ്ലോറിൽ അവിടെ പ്രൈവറ്റ് ജിമ്മാണ്. തൊട്ടു താഴെ ഒരു ക്ലിനിക്, പരമ്പരാഗത രീതിയിൽ ചികിത്സ നടത്തിവരുന്ന തേസൻ ഓറിയന്റൽ മെഡിക്കൽ ക്ലിനിക്. താഴെയായി ക്യാപിറ്റൽ ഗ്രൂപ്പിന്റെ ഓഫീസും. ധനവായ്പയുടെ ചുമതല കാങ്ജയ്ക്കാണ്. വിശ്വസ്തയായ നായെപ്പോലെ അവിടെ നിന്ന് കടം കൊടുക്കൽ ഡീലിംഗ് നടത്തിവരുന്ന ഇവൾ ഡോഗ് സോഡിയാക്കാണ്. തൊട്ടുമുകളിലെ ക്ലിനിക് നടത്തിവരുന്ന 2 ഏഞ്ചൽസ്, ഡോണിയും ബാങ്ക്രോയും. പെടലിവേദനയും നടുവേദനയും ഒക്കെ വരുന്നവർക്ക് ബാങ്ക്രോയുടെ ചികിത്സാ രീതി ഒരു പേടി സ്വപ്നമാണ്. എന്നാൽ കഴിയുമ്പോൾ എല്ലാം മാറി നല്ല ഊർജ്ജത്തോടെയാണ് ഓരോരുത്തർ ക്ലിനിക്ക് വിടുന്നത്. വളരെ കുറച്ച് തുക മാത്രമാണ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. മാലാഖമാർക്ക് എന്തിനെ ക്യാഷ് എന്ന് ചോദിച്ചാൽ ലോകത്ത് ജീവിച്ചു പോണ്ടേ, ഒരു നേരം പോക്ക്, അതിനായിരിക്കും. ഡോണി കുഴിമടിയനാണ്, എപ്പോഴും തീറ്റയും. പന്നിയാണവൻ, തെറി പറഞ്ഞതല്ല, പിഗ് സോഡിയാക്കാണ് ഡോണി. ബാങ്ക്രോയിഡിനെ പറ്റി പറഞ്ഞില്ലല്ലോ, സർപ്പമാണവൾ. പക്ഷേ മറ്റുള്ളവരെ അപേക്ഷിച്ച് സംസാരമില്ല. ബിൽഡിങ്ങിൽ തന്നെയുള്ള മറ്റു 2 ഏഞ്ചൽസ്, എനർജറ്റിക്കായ പടക്കുതിര മാൽസൂക്കും ബോസുങ്ങും. ബോസുങ്ങിന്റെ ചാട്ടം കണ്ടാൽ തന്നെ അറിയാം കുരങ്ങുമാലാഖയാണ്, മങ്കി ഏഞ്ചൽ. പിന്നെ നമ്മൾ മുന്നേ കണ്ട ജിജോയും ഉൾപ്പെടെ പണവും ചികിത്സയും ഒക്കെ ആവശ്യക്കാർക്ക് കൊടുക്കുന്നത് ഇവരൊക്കെയാണ്. വേണ്ടി വന്നാൽ തിരിച്ചു പിടിക്കാനും മടിയില്ല. ഇപ്പോൾ മേടിച്ചുകൊണ്ടുപോയി കാശ് തിരിച്ചു തരാതെ മുങ്ങി നടക്കുന്ന ഒരുവിനെ കുറിച്ചുള്ള വിവരം ചീഫ് ഇവരുടെ മൊബൈലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഉത്സാഹത്തോടെ ഇറങ്ങുന്നതും ശരീരമൊക്കെ നനക്കി ഒരു ആക്ഷൻ സീക്വൻസിന് വേണ്ടിയാണ്. ചീഫ് എന്ന് പറഞ്ഞാൽ തേസൻ തന്നെ. അയാളാണ് ഇവരുടെ മുഖ്യൻ.
മുഖ്യൻ ആ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കോൾ വരുന്നത് മാറോക്ക് എന്നൊരാളിൽ നിന്നാണ്. ഒരു ഡിറ്റക്റ്റീവാണ് അയാൾ. തേസനെ വിളിച്ചിട്ട് സുഖമാണോ, എന്തൊക്കെയുണ്ട്, ഡിപ്രഷൻ്റെ ഗുളികയ്ക്ക് ഇപ്പോഴും നീ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് സോപ്പിടുന്നത് വേറൊന്നിനുമല്ല, കുറച്ച് പൈസയ്ക്ക് വേണ്ടിയാണ്. നല്ല പുതിയ ഡ്രസ്സൊക്കെ മേടിക്കാനാണെന്ന് പറഞ്ഞ് സംസാരിച്ചൊടുവിൽ തേസൻ അയാളോട് ഒന്നും പറയുകയോ ചോദിക്കുകയോ ചെയ്യാതെ പണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. കാരണം എന്താ, ഈ ഏഞ്ചൽസിനെ എല്ലാം ഗൈഡ് ചെയ്യാനായി ദൈവങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വഴികാട്ടിയെക്കുറിച്ച് മുന്നേ പറഞ്ഞിരുന്നില്ലേ, ആ വഴികാട്ടിയാണ് ഈ മാറോക്ക്. ഗൈഡായി സെലക്ട് ചെയ്യേണ്ട ഒരു ഗുണം, അയാൾക്കും എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം, ഒരു ലിമിറ്റില്ല. മാത്രമല്ല ചില സ്പെഷ്യൽ എബിലിറ്റീസ് വേറെയും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണേലും മാറോക്ക് ഇപ്പോൾ പണം മേടിച്ചത് അയാൾക്ക് വസ്ത്രം എടുക്കാൻ മാത്രമല്ല, മീരയ്ക്ക് കൂടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ആരാ മീര എന്ന് ചോദിച്ചില്ല? അതൊരു വലിയ കഥയാണ്, കുഴപ്പമില്ല, ചുരുക്കി പറയാം. അവളും ഈ ഏഞ്ചൽ ഫാമിലിയിലെ അംഗമാണ്. 10 വർഷമായി തേസനിലും കൂട്ടലിൽ നിന്നും അകന്ന് ഇപ്പോൾ ഒരു ചരിത്രപരമായിട്ടുള്ള മ്യൂസിയത്തിലെ എക്സിബിഷനിൽ പ്രവർത്തിച്ചും ടോൾ സോഡിയക്സിനെ കുറിച്ചുള്ള അറിവ് പകർന്നുകൊണ്ടാക്കിയിരിക്കുന്നു. എല്ലാറ്റിലും ഉപരി ഏറ്റവും പ്രധാനമായ ഡ്രാഗൺ ഏഞ്ചലാണ് മീര. ഭാവിയെക്കുറിച്ചുള്ള ചില വിഷൻസ് ഇവളിൽ അലട്ടലുണ്ടാക്കാറുണ്ട്. ഈ ഏഞ്ചൽ കുടുംബത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ച എന്തോ ഒരു പ്രവൃത്തി പണ്ടെപ്പോഴോ മീര ചെയ്തു. അതിൻ്റെ ഒരു കുറ്റബോധം എന്നോണം അവൾ കഴിഞ്ഞ 10 വർഷമായി അകന്നു നിൽക്കുന്നു. തേസൻ്റെ എക്സ് ലവർ കൂടിയാണ് മീര. മാറോക്ക് എന്തായാലും തുണിയുമായി മീരയെ കണ്ട് കൊടുക്കാൻ വരുന്നെങ്കിലും അവൾക്കതിനോട് താല്പര്യമില്ല. തേസൻ തന്നെ പണത്തിനാണ് മേടിച്ചതെന്ന് അറിയുന്നതോടെ ഒട്ടും വേണ്ടെന്ന് പറഞ്ഞു പോകുന്നു. അകത്തേക്ക് നടക്കുന്ന മീര ഒരു കുറ്റബോധം എന്നോണം അവളുടെ കൈകളുടെ ലോക്കറ്റ് എടുത്ത് നോക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ പ്രശ്നം അതിൻ്റെ പേരിൽ ഉണ്ടായതാവാം. നമ്മൾ ഈ കാണുന്ന ലോക്കറ്റ് പോലെ എല്ലാവർക്കും ഓരോന്നുണ്ട്. അതാണ് അവരുടെ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയാം. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് തിളങ്ങും. ഉദാഹരണത്തിന് നീചശക്തികളുടെ സാന്നിധ്യം ഉണ്ടായാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. രാത്രി പാർട്ടി ടൈമാണ്. ജാമ്യം കിട്ടി ഇറങ്ങിയ ജോങ് ഷേവൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായി അവൻ്റെ ഗേൾഫ്രണ്ടും ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുമായിട്ട് ആഘോഷിക്കുമ്പോഴാണ് തേസൻ്റെ വിളി വരുന്നത്. പുറത്തിറങ്ങിയ പണം തിരിച്ചു വരുമെന്ന് പറഞ്ഞില്ലേ, അതും ചോദിച്ചുകൊണ്ട്. ഇവൻ്റെ കയ്യിൽ എപ്പോഴും പൂത്ത കാശുണ്ടെന്ന് തേസൻ അറിയാം. ഈ കോൾ വരുമ്പോഴാണ് സത്യത്തിൽ ജോങ് മനസ്സിലാവുന്നതും തന്നെ ജയിലിൽ നിറക്കിയത് സത്യത്തിൽ ഇവരാണെന്നും അത് മുതലും പലിശയും സഹിതം തിരിച്ചു മേടിക്കാനാണെന്നും. തേസൻ വൈകാതെ അവിടെ എത്തുമെന്നറിയിച്ച് വയ്ക്കുമ്പോൾ അവൻ ശിങ്കിടികളോടായി തേസനെ കണ്ട ഉടനെ തീർത്തേക്കാൻ നിർദ്ദേശം കൊടുത്തു വിടുന്നു. എന്നാൽ തേസൻ വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന അശുക്കളെയൊക്കെ അയാൾക്ക് പൂ പറിക്കുന്ന ലാഘവത്തോടെ ഇടിച്ചു വീഴ്ത്താമെന്നേ ഉള്ളൂ. മനുഷ്യരൂപമായാലും സിംഗം പോലെ സ്ട്രെങ്താണ് ഈ പുലിക്കുട്ടന്. തേസൻ്റെ മാത്രമല്ല, ഏഞ്ചൽസിൻ്റെ എല്ലാം കാര്യം അങ്ങനെ തന്നെ. നല്ല പവറും സ്കിൽസും എല്ലാവർക്കുമുണ്ട്. അങ്ങനെ ഇപ്പോൾ ജോങ് ഇനി മേലും കീഴും നോക്കാനില്ല. ഓടിപ്പോയി ലോക്കറങ്ങ് തുറന്നു കൊടുക്കുകയാണ്. വേണ്ട പണം എടുത്തുകൊണ്ട് പോട്ടെ പാവം എന്നുള്ള രീതിയിൽ. പേടിച്ചു കുറച്ച് നിൽക്കുന്ന അവൻ്റെ കാറിൻ്റെ ചാവി കൂടി മേടിച്ചിട്ടാണ് തേസനൊടുവിൽ അവിടെ നിറങ്ങുന്നത്. എന്നാലേ ബാധ്യത ക്ലിയറായി ഒപ്പിടിക്കാൻ പറ്റൂ. ഇതേ സമയത്ത് തന്നെ ബോസുങ്ങും കാങ്ജയും മാൽസൂക്കും ജിജോയും പിന്നെ ഡോണിയും കൂടി ഫോണിൽ കണ്ട ആ മുങ്ങി നടക്കുന്നവനെ പിടിക്കാൻ ഗാംബ്ലിംഗ് അറീനയിലേക്ക് ചെല്ലുന്നത് ക്യാഷ് അവൻ്റെ മുന്നിലുള്ളപ്പോൾ പിടിച്ചിട്ടേ കാര്യമുള്ളൂ എന്നതുകൊണ്ടാണ്. ബോസുങ് മറ്റുള്ളവരെ നിർത്തി കുരങ്ങനെ പോലെ ചാടിക്കേറി ആക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കാങ്ജിയും മാൽസൂക്കും എത്തി പരിപാടി തുടങ്ങി വെച്ചു. എപ്പോഴും ഇടി ഇടി എന്ന വ്യഗ്രതയോടെ നിൽക്കുന്നവളാണ് മാൽസോക്ക്. ഒട്ടും ക്ഷമയില്ല, സൂപ്പർ ഫാസ്റ്റും. ഹോഴ്സ് അല്ലേ, അതാണ്. ജിജോ അങ്ങനെ ആക്ഷനിലൊന്നും വലുതായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. അവൻ വാനിലിരുന്ന് തന്നെ അവിടെയുള്ള ക്യാമറയിലേക്ക് ഞൂണ്ട് കയറി ക്ലയൻറ്റ് ഇപ്പോൾ എങ്ങോട്ടേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ അപ്പോൾ കൂട്ടുകാരെ അറിയിച്ച് അങ്ങനെ പൊരിഞ്ഞാടി ചാടി മറിഞ്ഞും കുത്തിമറിഞ്ഞുമൊക്കെ പറന്നാടി നടത്തിയ ശേഷം എന്നാൽ ഇതിനിടയിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന ആ ക്ലയൻറ്റ് ചെന്നു മുട്ടുന്നത് ഡോണിയുടെ ബോഡിയിലും. അവൻ അലസനാണെങ്കിലും നല്ല മൈൻഡാണ്. കൃത്യം അവിടെ തന്നെ വരുമെന്ന് ചിന്തിക്കാനുള്ള ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഒരു മൈൻഡ് റീഡിംഗ് എന്ന പോലെ. അങ്ങനെ ഒറ്റയടിക്കാനെ വീഴ്ത്തി കശോണ്ടിയിൽ നിന്ന് പരിപാടി ക്ലിയറാക്കുന്നതോടെ ആ പിരിവും സക്സസ്ഫുൾ. നമ്മൾ ഈ കൂട്ടത്തിലെ നാഗമായ ബാംഗ്രോയെ കണ്ടില്ലല്ലോ. അവൾ അടിപിടിയിലൊന്നും പങ്കെടുക്കാതെ താവളത്തിൽ തന്നെ നിൽക്കുന്ന സ്വഭാവമാണെന്ന് തോന്നുന്നു. എന്തായാലും അവളൊരു ജിംനാസ്റ്റിക്സ് എക്സ്പേർട്ടാണ്, അത് നമുക്കൊന്ന് ഓർത്ത് വെച്ചേക്കാം. അങ്ങനെ തേസൻ തിരിച്ച് വീട്ടിലേക്കുള്ള വഴിക്ക് ഒരു തട്ടുകട കണ്ട് നിർത്തി അവിടേക്കെത്തി അത് നടത്തുന്ന വൃദ്ധയെ ചെന്ന് കാണുന്നു. അവർ സന്തോഷത്തോടെ ഇയാളെ അണ്ണാന്നും വിളിച്ച് സംസാരിക്കുമ്പോൾ തേസൻ അവരെ മോളെയെന്നും വിളിച്ച് സംസാരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീ ജനിക്കും മുന്നേ ഉള്ളവനല്ലേ തേസൻ. കുട്ടിക്കാലം മുതൽ വളർന്നും വലുതായി വൃദ്ധയെ മാറുന്നതെല്ലാം തേസൻ്റെ കൺമുന്നിൽ തന്നെ നടന്ന കാര്യമാണ്. അവരുമായി സംസാരിച്ചിരിക്കെ വേറൊരു വൃദ്ധൻ വെള്ളം അടിച്ചു വന്നുകൊണ്ട് തേസനുമായി വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്താണാ നീ മൂത്തവരെ മോളെയെന്നും നീ എന്നൊക്കെ വിളിക്കുന്നേ, തടിയാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എന്നാൽ അദ്ദേഹവും ഇതേപോലെ തേസൻ്റെ ഒരു പരിചയക്കാരനാണെന്ന് വൈകാതെ അവിടെ ഒരു ഓർമ്മ പുതുക്കലുണ്ടാവുന്നു. മാമ്പൂകെ, കൊച്ചിൽ നീ നിക്കറിമുള്ളിയൻ എത്ര തവണ നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിമേടിച്ചിരിക്കുന്നേ എന്നൊക്കെ. അങ്ങനെ ഈ രണ്ടുപേരുടെയും കുടുംബത്തെ തേസൻ പണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അതുവഴി അവരുമായി നല്ല ടേംസിലാണെങ്കിലും ഇപ്പോൾ തേസൻ്റെ മുഖത്ത് പഴയ തെളിച്ചം കാണാഞ്ഞ ജുംജ, ആ സ്ത്രീ പറയുന്നത് എത്ര നൂറ്റാണ്ടുകളായി ഇങ്ങനെ മനുഷ്യർക്ക് വേണ്ടി അവരുടെ സുരക്ഷയ്ക്കായി ഇങ്ങനെ നടക്കുന്നു. സ്വന്തം കുടുംബത്തെ വരെ ത്യജിക്കേണ്ട സാഹചര്യം വരെ വന്നിട്ടില്ലേ, ഇനി കുറച്ചൊന്ന് ശാന്തനായി സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കൂ എന്ന് പറയുമ്പോൾ തേസന് മനസ്സിൽ തറയ്ക്കാനുള്ള വാക്കുകളാണ് മിക്കതും. അയാളുടെ കഥയിൽ എന്തൊക്കെയോ നഷ്ടബോധങ്ങളുണ്ട്, അതാണങ്ങനെ. മാനവരാശിയെ സംരക്ഷിക്കുന്നത് നിർത്തിയിട്ട് കാലങ്ങളേറെയായിരുന്നു തേസൻ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്. അതിലെന്തോ കാര്യമുണ്ട്. ജുംജ, എല്ലാ മനുഷ്യരും ഒരുപോലല്ല, നല്ല മനസ്സുള്ളവരും നിലനിൽപ്പുണ്ട്.
ഇവിടെ ഇപ്പോൾ നീചശക്തികളൊന്നും ഇപ്പോഴൊന്നും ഇനി വരാനില്ല, അതുകൊണ്ട് ഇനി കുറച്ചൊക്കെ വിശ്രമമാവാം എന്നവർ പറയുമ്പോൾ ഇവിടെ മറ്റു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താ? തേസൻ ഒരു ഏഞ്ചലാണെന്ന സത്യം ജുംജയ്ക്ക് അറിയാം. കാരണം അങ്ങനെ ഒരു അടുപ്പം എങ്ങനെയോ ഇവർ തമ്മിൽ ഉണ്ടായിപ്പോയി. ഇപ്പോൾ ഈ സത്യം എന്തായാലും ജുംജയ്ക്ക് മാത്രമേ അറിയുള്ളൂ. താനും കുറച്ച് പൈസ കൊടുക്കുന്നതിലും അവർ വാങ്ങിക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ജുംജ ഈവിൾസിനെ കുറിച്ച് പറഞ്ഞത് തീർത്തും ശരിയല്ല എന്ന് നമ്മൾ അറിയുന്നത്. പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന ഡിറ്റക്റ്റീവ് മാറോക്ക് കാണുന്ന ഒരു വാർത്ത. അവിടെയുള്ള ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിർമ്മാണം നടക്കവേ പ്രാചീന ശിലായുഗത്തിലെന്ന് സംശയിക്കുന്ന കുറേ അവശിഷ്ടങ്ങളും ശേഷിപ്പുകളും കണ്ടെത്തിയതായും അവിടെ സീൽ ചെയ്ത് ഖനനം തുടങ്ങാൻ പോവുകയാണെന്നുമുള്ളത്. അവിടുന്ന് ലഭിച്ചൊരു പ്രത്യേകതരം കല്ല് ലാബിൽ വെച്ച് പരിശോധന നടത്തുമ്പോൾ അത് സ്പെക്ട്രമിൽ രജിസ്റ്റർ ആവുന്നില്ല. മാത്രമല്ല അബ്നോർമൽ സ്പൈക്സും. സയൻറ്റിസ്റ്റുകൾ ഇങ്ങനെയൊക്കെ പറയും. നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ആ കല്ലിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നേരം വേറെ ഏതോ ഒരു ഇരുണ്ട പാറക്കൂട്ടങ്ങൾക്കിടയിൽ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചു നിൽക്കുന്ന 4-5 പേർ. അതിലൊരുവൻ കൈപ്പത്തി കത്തിവെച്ച് കീറി ചോര അവിടെയുള്ള പാറയിലേക്ക് തേക്കുന്നതും അതാവിയായി അവിടെല്ലാം ചില പ്രത്യേക ചിഹ്നങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ഒരു വാതിൽ തുറക്കപ്പെടുന്നു. രഹസ്യ താവളത്തിൻ്റെ പാസ്കോഡാണ് ആ ബ്ലഡ്. നമ്മൾ മുമ്പ് സെവറൻസിൽ കണ്ട പോലെ. അങ്ങനെ ആ താവളത്തിനുള്ളിൽ കടന്ന് അവിടെ നിൽക്കുന്ന മുഖത്തെ മുറിപ്പാടുള്ള മനുഷ്യനോടായി ഈ അനുയായികൾ പറയുന്ന ഒരു വലിയ വാർത്ത. അവർ ഓഗുയെ കണ്ടെത്തിയെന്ന്. ആരാണ് ഓഗുയി? നമുക്ക് നോക്കാം. ആരാണ് ഈ സ്കാർഫേസും ടീമും? ഈ എപ്പിസോഡിൽ പേര് പറയുന്നില്ലെങ്കിലും സാമിന, അതാണ് ആ കൾട്ട് ലീഡറിൻ്റെ പേര്. തേസൻ തിരികെ വീട്ടിലേക്കെത്തി മറ്റുള്ളവരെ നോക്കുമ്പോൾ ആരും അവിടെ ഇല്ല. അവരൊക്കെ പരിപാടി കഴിഞ്ഞ് ഇനിയും തിരിച്ചെത്തിയിട്ടില്ല. എന്തായാലും അന്നേ ദിവസം കിട്ടിയ പണക്കെട്ടുകൾ സുരക്ഷിതമായ ലോക്കറിൽ കൊണ്ടുപോയി വളരെ പക്വമായി അടുക്കി വെച്ച് ഒരു നേട്ടത്തിൻ്റെ സന്തോഷത്തോടെ പുറത്തിറങ്ങുന്നെങ്കിലും തേസൻ്റെ മുഖത്ത് ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ വിരക്തിയും മടുപ്പും പ്രകടമാണ്. ഇങ്ങനെയൊരു മനുഷ്യജീവിതം തന്നെ മടുത്തു. തേസൻ ഇനി ഏഞ്ചലായി പൂർണ്ണതയിലേക്ക് എത്തിയാൽ മതി എന്ന മട്ടാണ്. ഇനി വൈകണ്ട, നമ്മൾ ആ ഡാർക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് വീണ്ടും എത്തുമ്പോൾ അവരെല്ലാം കൂടി കാക്കകൾ പറന്നു കളിക്കുന്ന പാറക്കെട്ടുകൾക്കിടയിലായി ഒരാവാഹനത്തിനെന്ന പോലെ തയ്യാറായി നിൽക്കുമ്പോൾ ആ സ്കാർഫേസ് അവിടെ വെച്ചിട്ടുള്ള ചീനച്ചട്ടിയിൽ എണ്ണ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞ എണ്ണ പോലുള്ള ദ്രാവകത്തിൽ അയാൾ കൈമുറിച്ച് രക്തത്തുള്ളികൾ വീഴ്ത്തുന്നു. അടുത്ത നിമിഷം മേലെ മേഘങ്ങളും ശശാങ്കനും ഒക്കെ ചുവന്ന് തുടുക്കുന്നതും ആ മനുഷ്യൻ പാറകൾക്കടുത്തായി കൈ കൊണ്ട് വയ്ക്കുമ്പോൾ അവിടെ ഒരു വലിയ പ്രകമ്പനം തന്നെ ഉണ്ടാകുന്നു. എന്നാൽ വൈകാതെ അയാൾ അതിനാൽ തളർന്നു വീഴുന്നത് കണ്ട് അനുയായികൾ വന്ന് ഇത്ര സ്ട്രെയിനിൽ നിൽക്കുമ്പോൾ ചെയ്യുന്നത് അപകടമാണെന്നൊക്കെ പറയുന്നെങ്കിലും അയാൾക്കിനി ഒട്ടും സമയം കളയാനില്ല. കാത്തിരിപ്പിന് അന്ത്യം കുറിക്കണം. സാമിനെ വീണ്ടും ആ പാറയ്ക്ക് മുകളിൽ വെച്ച് ഇത്തവണ കൈയിലൂടെ എല്ലിൻ കഷ്ണം കുത്തിയിറക്കുന്നു. ഇതോടെ ആ പാറകൾക്കെല്ലാം തിളക്കം വന്ന് ഒരു വലിയ റിയാക്ഷൻ തന്നെ സംഭവിച്ചവിടെ കുലുക്കവും കമ്പനവും ഒക്കെ ഉണ്ടായി. ആ പൊടിപടലങ്ങൾക്കുള്ളിൽ നിന്നും പുറത്തു വരുന്നൊരു അവതാരം. നല്ല കിടിലൻ ചിറകുകളോടുകൂടിയ ചോരക്കണ്ണുള്ള ഒരുവൻ. ഇതാണ് ഓഗുയി. ആരാണിത്? ഒരു ഫാളൻ ഏഞ്ചലാണോ? വിലക്കപ്പെട്ട മാലാഖ? ഒരുപക്ഷെ നീതിശക്തിയുടെ പൂർണ്ണ രൂപമായിരിക്കാം ഓഗുയി. നമുക്കിനിയും ഉറപ്പില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ മാലാഖനാണ് 12ന്റെ മുഖ്യ എതിരാളി. അവർ പോരാടേണ്ടത്. സാമിനയുടെ ഉദ്ദേശം ഇതിലെന്താണ്? തേസന്റെയും സംഘത്തിൻ്റെയും മേടിലേക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു പൈശാചികത ജനിക്കുമ്പോൾ ഇനി എന്താകുമെന്നറിയാൻ കാത്തിരിക്കൂ അടുത്ത എപ്പിസോഡിനായി. എന്തായാലും നമ്മൾ 12ന്റെ ലോകത്തെ ഇപ്പോൾ പരിചയപ്പെട്ടു. തേസൻ കക്ഷി ടൈഗർ സ്പിരിറ്റാണ്, വരയൻ പുലി. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകനെന്ന സത്യം. അതെന്തിനാ അവിടെ പറഞ്ഞേ? പോട്ടെ. ബോസും ഇവൻ മങ്കി ഏഞ്ചൽ, കുരങ്ങ്. മീര സുരക്ഷയ്ക്കായി ഹെൽമൗത്ത് വരെ സീൽ ചെയ്യാൻ കഴിവുള്ള ഡ്രാഗൺ ഏഞ്ചലാണ് മീര. പന്നിയുമായി ബന്ധിക്കുന്ന ഡോണിയാണ് ഒരു വശത്ത്, വിശ്വസ്തയായ നായയായി കാങ്ജ മറുവശത്തും, സർപ്പമാലാകയായി സൈലൻ്റായ ബാങ്ക്രോ, എപ്പോഴും ഊർജ്ജസ്വലതയായി ഹോഴ്സ് പവറിൽ നിൽക്കുന്ന മാൽസോക്ക് അശ്വമാലാക, ജിജോ മൂഷികൻ. ഇവരുടെ എല്ലാം വഴികാട്ടിയെന്ന് വിശേഷിപ്പിക്കാവുന്ന മാറോക്ക്, ദൈവങ്ങൾ തിരഞ്ഞെടുത്ത മനുഷ്യഗണത്തിലെ ഏകാംശം. മാറോക്ക് ആളൊരു ഡിറ്റക്റ്റീവ്. 12ൽ 8 മാലാഖമാരെ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ ഇനിയുള്ള 4: കാള, മുയൽ, ആട്, കുക്കുടം. നമ്മൾ ഈ ഫാൻറ്റസി സീരീസിൻ്റെ 2ാം എപ്പിസോഡിലേക്ക് കയറുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ്. 13ാം നൂറ്റാണ്ടുകാലത്തെ രാജവാഴ്ച സമയം. തേസനും മീരയും ഒരുമിച്ച് ജീവിച്ചു വന്നിരുന്ന ആ കാലത്ത് ഒരിക്കൽ തെരുവിൽ സാധനങ്ങൾ വാങ്ങി നിൽക്കെ അവിടെ കൊള്ളക്കാരെത്തി ഗ്രാമീണരിൽ നിന്നും പിടിച്ചുപറി നടത്തുന്നതായി കണ്ട് തേസൻ അവരെ തുണയ്ക്കാൻ ഇറങ്ങി. ഓരോരുത്തരെയായി ഇടിച്ചിടുന്നതിനിടയ്ക്ക് മീര അവിടെ അബദ്ധവശാൽ അവളുടെ ഉള്ളിലെ രഹസ്യശക്തി ഉപയോഗിക്കുകയുണ്ടായി. കൈയുപയോഗിച്ച് വായുവിനെ കൺട്രോൾ ചെയ്ത് കൊള്ളക്കാരെ നിലംപരിശാക്കിയപ്പോൾ നാട്ടുകാർക്കെല്ലാം അതൊരു അതിശയമായിരുന്നു. അവർക്കിത് വിശ്വസിക്കാൻ കഴിയാതെ അന്തിച്ച് നോക്കി നിൽക്കുന്നത് കണ്ട് തേസൻ എന്തായി ചെയ്തതെന്ന് കുറ്റപ്പെടുത്തി വിളിച്ചുകൊണ്ടുപോയി. അന്ന് രാത്രി അവരുടെ കുടിലിൽ ഗ്രാമവാസികൾ കുറേ നല്ല ആഹാരങ്ങളും കുടിക്കാൻ കള്ളുമൊക്കെയായി എത്തി. ആദ്യമേ ഇവരത് സ്വീകരിച്ചില്ലെങ്കിലും കൊള്ളക്കാരിൽ നിന്നും രക്ഷിച്ചതിൻ്റെ പ്രത്യുപകാരമാണെന്നങ്ങനെ ഗ്രാമീണരുടെ നിർബന്ധത്തിന് വഴങ്ങി അത് സ്വീകരിച്ച് അവർ ആ രാത്രി ആഘോഷമാക്കിയപ്പോൾ എന്നാൽ അവിടെ ഒരു ചതി ഒളിഞ്ഞിരുന്നത് ആ കള്ളിലായിരുന്നു. നെഞ്ചു കലക്കിയ കള്ള് കുടിച്ചതോടെ അവരെല്ലാം ബോധം നശിച്ച് മയങ്ങിയപ്പോൾ നാട്ടുകാരെല്ലാം കൂടി മീരയെ തീയിലിട്ട് ചുടാൻ ബന്ധിച്ചു.
കാരണം പകൽ കണ്ട അസാധാരണത്വത്തിൽ മീര ഒരു പിശാചിൻ്റെ ജന്മമാണെന്നും അവളെ നശിപ്പിച്ചില്ലെങ്കിൽ നാട് നശിക്കുമെന്നും ഉത്ഭവിച്ച അവരിലെ ചിന്തയായിരുന്നു. മയക്കം വിട്ടുകൊണ്ടാൻ പാടുപെട്ട തേസനും കൂട്ടരും മീരയെ തീച്ചുളയ്ക്ക് നടുവിലെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട് ഓടിച്ചെന്ന് അവളെ പിടിച്ചെടുത്ത് എല്ലാവരെയും മോട്ടിച്ചങ്ങനെ അന്നൊരു തീരുമാനമെടുത്തു. മനുഷ്യരുമായി ഇനി ഒരിടപഴകലും വേണ്ട, അവരെ നേരിട്ട് സഹായിക്കുകയും വേണ്ട. മാറോക്കും അന്ന് മുതലേ അവർക്കൊപ്പമുണ്ട്. ഭാഗ്യവാൻ. അങ്ങനെ ഇപ്പോൾ ഈ കാലത്ത് തേസനും കൂട്ടരും കണ്ടെത്തിയ പുതിയ വ്യവഹാരം ഏഞ്ചൽ ക്യാപിറ്റൽ ഗ്രൂപ്പ്. ഗ്യാങ്സ്റ്റേഴ്സിനും കുറ്റവാളികൾക്കും മാത്രം പണം പലിശയ്ക്ക് കൊടുക്കുന്ന സമ്പ്രദായം. അതാവുമ്പോൾ നല്ലവരെയും പാവങ്ങളെയും വേദനിപ്പിക്കേണ്ടി വരുത്തുമില്ല. കൈകാര്യം ചെയ്യേണ്ടി വന്നാൽ അതിൽ ഒരു കുറ്റബോധം തോന്നുകയുമില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ചിന്ത രാത്രി തേസിന് വരാൻ കാരണം കുറച്ചു മുൻപ് ജുംജ പറഞ്ഞ ആ വാക്കുകളാണ്. ഇതൊക്കെ കഥയുടെ വെറും തുടക്കം മാത്രമായിരുന്നു. യഥാർത്ഥ വിപത്ത് അവിടെ വീണ്ടും ഉദിച്ചിരിക്കുകയാണ്. കൾട്ട് ലീഡറായ സമീന എന്ന പുരോഹിതൻ 1000 കൊല്ലങ്ങളെ ആവാഹിച്ചു വെച്ചിരുന്ന ഡീമണി ഉണർത്തിയപ്പോൾ ഇനി ആരാണ് ഓഗി? മനുഷ്യലോകത്തെ വീണ്ടും അന്ധകാരത്തിലേക്കും മരണത്തിലേക്കും തള്ളിമൂടാൻ കീഴ്പ്പുള്ള പിശാച്. അവരെങ്ങനെ അതിനെ പ്രാപ്തമാകും? കല്ലുകളുടെ തിരച്ചിൽ. നമ്മൾ തുടക്കത്തിൽ കണ്ടിരുന്നില്ലേ, നീചശക്തികളെ എല്ലാം ആവാഹിച്ച് ഹെൽമൗത്തിലേക്ക് സീൽ ചെയ്തതെപ്പറ്റി. ഈ നീചശക്തികളിലെ ഡാർക്ക് ലോർഡിനെ ഹെയ്തൈ എന്നറിയപ്പെടുമ്പോൾ ആ പിശാചിനോടൊപ്പം ഏഞ്ചൽസിൻ്റെ യഥാർത്ഥ ശക്തികൾ കൂടി അന്ന് സീൽ ചെയ്യപ്പെട്ടു. എന്നാൽ അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നൊന്നും നമുക്കൊരു വ്യക്തത കിട്ടിയിട്ടില്ല. ആ പോരാട്ടത്തിൽ സംഭവിച്ച എന്തൊരു കാരണം കൊണ്ടാണത്. എന്നാൽ പവർ നഷ്ടപ്പെട്ട മനുഷ്യരായി നിലകൊള്ളേണ്ടി വന്നത് ഏഞ്ചൽസിന് മാത്രമായിരുന്നില്ല, ഡീമൺസും അതേ വിധിയിൽ വലഞ്ഞു. അങ്ങനെ ഒരുവനായതുകൊണ്ടാണ് സമീനയ്ക്ക് 1000ഓളം വർഷങ്ങൾ വേണ്ടി വന്നത് ഓഗിയെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായി. എന്നാൽ സമീനയെ നമ്മളൊന്ന് നോക്കിയാൽ ആളൊരു ദുർമന്ത്രവാദിയെ പോലാണ്. യഥാർത്ഥ മാനുഷികത അയാൾ നിന്ന് നഷ്ടമായെങ്കിലും ചില മാന്ത്രിക വിദ്യയൊക്കെ അയാൾക്ക് വശമുണ്ട്. എന്തായാലും സമീന ഇപ്പോൾ ഓഗിയെ സ്വതന്ത്രനാക്കിയതിൻ്റെ ഉദ്ദേശം തേസന്റെയും ഏഞ്ചൽസിന്റെയും കൈകളിൽ കിടന്ന് വധിക്കപ്പെടുന്നതിന് മുന്നെയായി ഹെയ്തൈ 3 കല്ലുകൾ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിരുന്നു. ആ കല്ലുകൾ കണ്ടെത്തി അതിൻ്റെ എനർജി ഡ്രാഗൺ സോളിലേക്ക് ലയിപ്പിച്ചാൽ ഹെയ്തയുടെ അതീവ ശക്തി ഓഗിയിലേക്ക് വന്നു ചേരും. എന്നാൽ മാത്രമേ ഏഞ്ചൽസിനെ തകർത്ത് ഭൂമിയിൽ വീണ്ടും ഇരുട്ടിൻ്റെയും ശാപത്തിൻ്റെയും ആധിപത്യം കൊണ്ടുവരാനാവുള്ളൂ. കാരണം ഓഗിക്ക് ഒറ്റയ്ക്ക് ഏഞ്ചൽസിനെ കീഴ്പ്പെടുത്താൻ നിലവിൽ സാധിക്കില്ല. അതിന് ഹെയ്തിയുടെ പവർ കൂടി ആവശ്യമാണ്. മനുഷ്യർ കൂറ്റൻ കെട്ടിടങ്ങളും പടുത്തുയർത്തി സന്തോഷത്തോടെ ജീവിക്കുന്നതിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്ന ഓഗിയുടെ ഏറ്റവും വലിയ വെറി അവനെ ദുർബലനാക്കി സീൽ ചെയ്ത തേസനോടും മറാക്കിനോടും. അവർ ജീവനോടെ ഉള്ളപ്പോൾ അവനൊരിക്കലും സമാധാനമില്ല. എന്നാൽ ഇതിൽ സമീനയ്ക്ക് എന്താണ് മെച്ചം? അയാൾക്ക് അമരനാവാൻ, ഇമ്മോർട്ടൽ ആവാനുള്ള ഏക അവസരം ഇനി ഈ വിനാശത്തിലൂടെ മാത്രമാണ്. ഓഗി അവരുടെ പദ്ധതിക്കൊപ്പം നിൽക്കാമെന്ന് സമ്മതിച്ച് ആ കൂറ്റൻ ചിറകുകൾ വെച്ച് പറന്നകലുമ്പോൾ, എന്നാൽ പോകുന്നതിന് തൊട്ടു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പറയുന്നുണ്ട് സമീനയോട്. നീയൊരു വിഷസർപ്പമാണ്, വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും കൗശലം കാട്ടിയാൽ ഉടലിൽ നിന്ന് തല പിഴുതങ്ങെടുക്കും. ഈ പറഞ്ഞ 3 കല്ലുകളിലെ ഒന്നാവണം ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നും കണ്ടെത്തിയതും ലാബിൽ വെച്ച് പരിശോധിച്ച വഴിക്ക് എന്തോ വലിയ പ്രത്യേകത ഉള്ളതായി ദൃശ്യമായതും. ഈ സ്റ്റോൺസ് ഡ്രാഗൺ സോളിനെ ഊട്ടണമെന്ന് പറഞ്ഞില്ലേ? നിലവിൽ ഡ്രാഗൺ ഏഞ്ചലിനെ നമ്മൾ കണ്ടു, മീര. ഡ്രാഗൺ സോൾ എന്ന് വരുമ്പോൾ അപ്പോൾ മീരയാണ് അവരുടെ ലക്ഷ്യം. ഇതിനിടയ്ക്ക് അവളിൽ ചില വിഷൻസും ഫീലിംഗൊക്കെ വരുന്നതായി നമ്മൾ ഒന്ന് കണ്ടുപോകുന്നുണ്ട്. ഓഗി ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് അവിടെയുള്ള ഏൻഷ്യൻ്റ് ആർട്ട് എക്സിബിഷൻ്റെ അടുത്തുകൂടി പോകുമ്പോൾ അവനെന്തോ ഒരു വല്ലാത്ത ഫീലിംഗ് തലയ്ക്കുള്ളിൽ ഉണ്ടാവുന്നുണ്ട്. അത് വകവയ്ക്കാതെ പോകുമ്പോൾ ഈ എക്സിബിഷനിൽ പ്രവർത്തിക്കുന്ന മീര അടുത്തുള്ള മറ്റൊരു നടപ്പാതയിലൂടെ പോകുമ്പോൾ അതേ ഫീലിംഗ് അവൾക്കും ഉണ്ടാവുന്നു. പിന്നീട് ബാറിലിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷൻ, പാറയിടുക്കിലായി ചെന്ന് നിൽക്കുന്നതും ഓഗി കറുത്ത കണ്ണുകളുമായി തിരിയുന്നതും. ബാറിൽ വെച്ച് 2 പേർ വന്ന് ട്യൂൺ ചെയ്യാൻ നോക്കുന്നതിലും ഒരു സ്ത്രീ സുഖമില്ലാത്തൊരു സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ പിന്നെ എന്താകുമെന്ന് പറയണ്ടല്ലോ. മറ്റുള്ളവർ ഇതേസമയം ജോഗിങ്ങും എക്സസൈസും വെട്ടിവിടുങ്ങലും ഒക്കെയായി കുശാലായി ദിനചര്യയിൽ മുഴുകി നടക്കുന്നു. ചിലരൊക്കെ എപ്പോഴും ആ ലോക്കറ്റ് മാല കഴുത്തിൽ തന്നെ ധരിച്ചിട്ടുണ്ട്. ഒരു കരുതൽ എന്ന പോലെ ആണെങ്കിലും പടക്കുതിരയായ മാൽസൂക്കിനെ പോലെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ഹെൽമൗത്ത് സീൽ ചെയ്ത് നിൽക്കുന്നിടത്തോളം കാലം ഇപ്പോഴൊന്നും ഇനി ഒരു പ്രശ്നവും വരാൻ പോണില്ലെന്ന്. തേസൻ എപ്പോഴും ഗ്രൗണ്ടിൽ തന്നെ. യൂസ്ഡ് കാർ സെയിൽസ് നടത്തുന്ന ഒരുവനിൽ നിന്ന് പലിശയടക്കം എല്ലാം മേടിച്ച് ക്ലിയറാക്കി ചോദിക്കുകയാണ്. പൈസ കയ്യിലുള്ളപ്പോൾ തനിക്ക് തരാൻ പാടെന്താണ്? എല്ലാത്തിനും മേൽ വിശ്വാസമല്ലേ വലുത്. ഇനി കാശ് വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ഇങ്ങനെ നല്ല മാന്യനായി തേസൻ അവിടുന്ന് പോകുന്നതിലും കുറച്ച് മുന്നേ നടന്നത് എന്താണെന്ന് അവിടെ കുറേ എണ്ണം വീണ് കിടക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം. കാറിൽ കയറി ആൻറ്റി ഡിപ്രഷൻസ് എടുക്കുമ്പോഴാണ് അത് കാലിയാണെന്ന് അറിയുന്നത്. മാറോക്ക് തിരക്കിയ പോലെ തന്നെ തേസൻ ഇപ്പോഴും ഡിപ്രഷനുള്ള ഗുളികകളൊക്കെ കഴിച്ച് ഒരു വല്ലാത്ത ജീവിതം തന്നെ. അങ്ങനെ അവിടുന്ന് നേരെ ഒരു ക്ലിനിക്കിലെത്തി ഡോക്ടറെ കണ്ട് അയാളുടെ തെറാപ്പിയൊന്നും കേൾക്കാൻ മനസ്സിലാതെ അത് നിർത്താൻ മാത്രം കൂടുതൽ പണം കൊടുത്ത് ഗുളിക കഴിക്കാതിരുന്നതിൻ്റെ അസ്വസ്ഥതയിൽ അവിടെ കിടന്നൊന്ന് മയങ്ങുന്നു. സമീരയുടെ മനസ്സിൽ ഓഗി മുഴക്കി ആ ഭീഷണി അങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനുയായികൾ പറയുന്നുണ്ട് ഓഗിയെ തുരത്തി തിരിച്ചയക്കാൻ ഇനിയും വൈകിട്ടില്ല എന്ന്. സമീരയുടെ ഉദ്ദേശം എന്തായാലും അവനെ വേണം. ഹെൽമൗത്ത് തുറക്കാൻ ഓഗി ഉണ്ടെങ്കിലേ കഴിയൂ. ഹെയ്തൈ ബാക്കിയാക്കിപ്പോയ ആ 3 കല്ലുകൾ അവനെ കൊണ്ട് മാത്രമേ കണ്ടെത്താൻ കഴിയുള്ളൂ. അത് കണ്ടെത്തിയാൽ സമീരയുടെ പദ്ധതിയും മാറും. ഓഗിക്കും ഇതേറെ എന്തോ ഒരു വശപ്പിശക് ഫീൽ ചെയ്യുമ്പോൾ
ഒട്ടും സമയം കളയാതെ സമീന താവളത്തിൽ നിന്ന് അനുയായികളെ ഓരോരുത്തരെയും അയാളുടെ മാന്ത്രിക ശക്തിയിലൂടെ ഈവിൾസായി മാറ്റി കറുത്തിരുണ്ട കണ്ണുകളുമായി പറഞ്ഞയക്കുന്നത് ഡ്രാഗൺ സോളിനെ തന്റെ അധീനതയിൽ എത്തിക്കാൻ, അതായത് മീരയെ പിടിച്ചുകൊണ്ട് ചെല്ലാൻ. എല്ലാ ഏഞ്ചൽസിനും ഉള്ള പോലെ മറോക്കിനുമുണ്ട് ഒരു ലോക്കറ്റ്. ഈവിൾസിന്റെ സാന്നിധ്യം ആദ്യം പ്രകടമാകുന്നതും ഈ വഴികാട്ടിയിലാണ്. ആ ലോക്കറ്റ് ജ്വലിക്കുമ്പോൾ വൈകാതെ മറ്റെല്ലാ ഏഞ്ചൽസിനും അവരവരുടെ ലോക്കറ്റുകളിൽ തിളക്കമുണ്ടാവുന്നത് കാണുന്നു. കാങ്ജ അവളുടെ കഴിവെച്ച് മൈൻഡിലൂടെ ആ ഈവിൾ ഒരു വാനിലായി എങ്ങോട്ടേക്കാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ മാറോക്ക് താവളത്തിലേക്ക് വിളിച്ച ശേഷം മീരയെ വിളിക്കുന്നെങ്കിലും നോ റെസ്പോൺസ്. അവൾ എക്സിബിഷൻ പ്രവർത്തനങ്ങളിൽ തിരക്കിലാണ്. മാത്രമല്ല ഇതുവരെ മീരയുടെ കൈവശമുള്ള ലോക്കറ്റിൽ അലേർട്ട് വന്നിട്ടുമില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ഇപ്പുറം ഭൂമിയിലേക്ക് വീണ്ടും ഈവിൾസ് എത്തുമ്പോൾ യഥാർത്ഥ ശക്തികളില്ലാതെ അവരെ എങ്ങനെ നേരിടാനാണ് എന്ന ആശങ്ക ബോസുങ്ങിന്. തേസിനെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അയാളിപ്പോൾ ക്ലിനിക്കിലെ മയക്കത്തിൽ തന്നെ. എന്തായാലും കാങ്ജ ഈവിൾസിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയതോടെ അങ്ങോട്ടേക്ക് പോയി അവരുടെ ഉദ്ദേശം മനസ്സിലാക്കാമെന്ന് ഉടൻ തിരിക്കുമ്പോൾ ബാങ്ക്രോ അവിടെ തന്നെ. ഇന്നേരം സമീന താവളത്തിൽ നിന്നുകൊണ്ട് ഈവിൾസിന്റെ ചലനങ്ങളെ വീക്ഷിക്കുമ്പോൾ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നെത്തുന്ന മീരയ്ക്ക് എന്തോ ഒരു ഫീലിംഗ് ഉണ്ടായി തോന്നുമ്പോഴാണ് പെട്ടെന്ന് ആ ലോക്കറ്റ് ഗ്ലോ ആകുന്നത്. അടുത്ത നിമിഷം തിരിയുന്നതും അവിടെ ആ ഈവിൾ സംഘവും. മീര പരമാവധി ശക്തി ഉപയോഗിച്ചും വായുവിനെ കൺട്രോൾ ചെയ്തും പോരാടുന്നെങ്കിലും അവർ അതിനേക്കാൾ ശക്തരും. വൈകാതെ മാൽസൂക്കും സംഘവും എത്തി അവരുമായി ഏറ്റുമുട്ടുമ്പോൾ ക്ലിനിക്കിലെ മയക്കം കഴിഞ്ഞ് ഇതൊന്നും അറിയാതെ തേസൻ വീട്ടിലെത്തി ലോക്കറിനടുത്തേക്ക് നീങ്ങുമ്പോഴാണ് അയാൾക്ക് എന്തോ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നത്. തേസനും ലോക്കറ്റ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കാറില്ല. അയാൾ മേശത്തോട് നോക്കുന്നതും ലോക്കറ്റ് തിളങ്ങുന്നത് കണ്ട് അതിശയത്തോടെ നിൽക്കുമ്പോൾ ബാങ്ക്രോയും വന്ന് അവിടെ ലോക്കറ്റ് കാട്ടി അന്തിച്ചു നിൽക്കുന്നു. സമാധാനത്തിന്റെ കാലഘട്ടം അവസാനിച്ചെന്ന് തിരിച്ചറിവിൽ നിൽക്കുന്ന തേസൻ ഓഗിക്കും എന്തോ നടക്കുന്നതായി ഫീൽ ചെയ്യുമ്പോൾ അവിടെ ഏഞ്ചൽസ് എല്ലാം ഡീമൺസിന്റെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുന്നു. വൈകാതെ മാറോക്കും അവിടേക്ക് എത്തുമ്പോൾ ഏഞ്ചൽസ് എല്ലാം അടിപതറി കിടക്കുന്ന കാഴ്ച. മീരയുടെ ഓഫീസിലെ പാർക്കിംഗ് ലോട്ടിലായി ഈവിൾസ് അവളെ പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നത് കാണുന്നതും മാറോക്ക് അയാളുടെ മാന്ത്രിക ദണ്ട് കയ്യിൽ വരുത്തി ഈവിൾസിനെ അടിച്ചിട്ടുകൊണ്ട് മീരയെ സേഫാക്കുന്നു. തുടർന്ന് ആ ദണ്ട് തറയിലേക്ക് കുത്തുന്നതും ശേഷിക്കുന്ന ഈവിൾസ് എല്ലാം അവിടെ ഫ്രീസ് ആവുകയാണ്, അനങ്ങാൻ കഴിയാതെ. ഇന്നേരം അവശ്യരായ ഏഞ്ചൽസിനെ എഴുന്നേൽപ്പിച്ച് അവരുടെ തൽക്കാലത്തേക്ക് ഇവിടുന്ന് സേഫ് ആകാമെന്ന് പറഞ്ഞു നിൽക്കുന്ന മാറോക്കിന്റെ വിഷൻസ് ദൂരെ എവിടെ നിൽക്കുന്ന ഓഗയ്ക്കും ദൃശ്യമാവുന്നു. തന്നെ തളച്ചിത്രയും കാലം നിറയിപ്പിച്ച മാറോക്കിനെ വീണ്ടും കാണുമ്പോൾ മറ്റൊരിടത്തിരുന്ന് ഇതെല്ലാം വീക്ഷിക്കുന്ന സമീന ആളുടെ ശക്തി വെച്ച് ഈവിൾസിൽ ഒരുവന്റെ ശരീരത്തെ നിയന്ത്രിച്ച് ആ മന്ത്രശക്തി പൊട്ടിച്ച് മാറോക്കിന്റെ കഴുത്തിലേക്ക് കയറി പിടിക്കുന്നു. അയാളെ ഡോണിയുടൻ അടിച്ചു മാറ്റുന്നതും മാറോക്ക് വീണ്ടും മന്ത്രോടി ഉപയോഗിച്ച് ഫ്രീസാക്കാൻ തുനിയുന്നത് കണ്ട് പൊടുന്നനെ സമീന അവരെല്ലാം തിരിച്ചു വിളിക്കുന്ന പോലെ പുകമറയിൽ അപ്രത്യക്ഷമാകവേ അതിലെ ഒരുവനെ സ്പർശിക്കും വഴി മാറോക്കിന്റെ പവർ വെച്ച് ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരെന്ന് കണ്ടുപിടിക്കുകയാണ്. സമീനയാണെന്ന് അറിയുന്നതും ഞെട്ടുന്ന അയാൾ ഏഞ്ചൽസിനെ കാര്യം അറിയിക്കാതെ തൽക്കാലം പോകാൻ പറയുമ്പോൾ ബോസുങ്ങിനും എന്തോ ഒരു ഫീലിംഗ് ഉണ്ട്, പരിചയമുള്ള ഏതോ ഒരു എനർജിയുടെ ഫീൽ. അങ്ങനെ എല്ലാവരും തേസൻ ബിൽഡിങ്ങിലെത്തി പരിക്കേറ്റവർക്കൊക്കെ ബാങ്ക്രോ ചികിത്സ നടത്തുമ്പോൾ മറ്റൊരിടത്ത് മാറോക്ക് തേസനെ പോയി ഒന്ന് കാണുന്നു. നേരിട്ട് കണ്ടിട്ട് കുറേ ആയില്ലേ. മാത്രമല്ല മീരയെ കണ്ടതിൻ്റെ ചെറിയ പരിഭവം തേസനിലുണ്ട് താനും. മീര അധികം നേരം അവിടെ നിൽക്കാതെ ഇറങ്ങാൻ ഒരുങ്ങുന്നത് കണ്ട് തിരക്കുമ്പോൾ ഉടൻ വരാമെന്ന് പറഞ്ഞു പോകുന്നു. ക്ലിനിക്കിലെ കാര്യം നോക്കിയാൽ ചുമ്മാ രസമെന്നോണം ജിജു അവിടെ കാണുന്ന ചില ഔഷധ പട്ടയും മരുന്നൊക്കെ കഴിച്ച് വായിന്ന് നൊരയും പതിയും വന്ന് ആള് കാലിയാവുന്നവർ അടുത്തുവരെ എത്തുമ്പോൾ അവിടെ ഇരിപ്പുള്ള മെഷീനിൽ കയറി പണി മേടിക്കുന്ന ബോസുങ്ങും. തിരികെ ക്ലിനിക്കിലേക്ക് തന്ന മാറോക്കിനെയും തേസനെയും കാണുന്ന ലോയലായ കാങ്ജയ്ക്ക് അറിയേണ്ടത് ഈ ഈവിൾസിന്റെ താവളമോ സാന്നിധ്യമോ കണ്ടുപിടിച്ചോന്നാണ്. എത്രയും പെട്ടെന്ന് കണ്ടെത്തി അവരെ നശിപ്പിച്ചില്ലെങ്കിൽ മനുഷ്യർക്ക് ആപത്താണെന്ന് പറയുന്ന അവളോട് തേസൻ പറയുന്നതോ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്നും. കാരണം അയാൾക്കിപ്പോൾ ഈ ഏഞ്ചൽ കുടുംബമാണ് പ്രധാനം. ദുർബലമായിട്ടുള്ള ഈ സമയത്ത് ഏറ്റുമുട്ടി അപകടമൊന്നും വരുത്തി വയ്ക്കാൻ തേസൻ അനുവദിക്കില്ല. കാരണം രണ്ടാണ്. 1000ഓളം വർഷങ്ങൾ ഭൂമിയിൽ കഴിയേണ്ടി വന്നപ്പോൾ മനുഷ്യരെ രക്ഷിക്കാനും സഹായിക്കാനും ശ്രമിച്ച് അവർക്ക് തിരിച്ചു കിട്ടിയത് പ്രശ്നങ്ങൾ മാത്രം. മുമ്പ് നമ്മൾ കണ്ടതാണ് മീരയെ നാട്ടുകാർ ചെന്ന് ചുട്ടരിക്കാൻ നോക്കിയത്. മറ്റൊന്ന് സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ അവർക്ക് ത്യജിക്കേണ്ടി വന്ന ജീവനുകൾ. അതെ, ഈ 12 ഏഞ്ചൽസിലെ ശേഷിക്കുന്ന 4 ഏഞ്ചൽസും പോരാട്ടത്തിൽ മൃത്യുവടയുകയായിരുന്നു. അവർ ഇനി ഇല്ലെന്നുള്ള ആദ്യം ഉള്ളിലായാണ് പിന്നീട് ഈ 8 ഏഞ്ചൽസും മാറോക്കും മുന്നോട്ട് കടന്നുപോയത്. ഇതെല്ലാം തേസനിൽ തൻ്റെ പർപ്പസും ചിന്തയും മാറ്റാൻ ഇടവരുത്തിയ സംഭവങ്ങളാണ്. കാങ്ജ ഈ ഈവിൾസിനെ കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നതും തേസൻ ഇതിനെ എതിർത്ത് തന്നെ നിൽക്കുന്നത് അവൾക്ക് അരിശമുണ്ടാക്കുന്നതിൻ്റെ റീസൺ അവരുടെ പർപ്പസാണ്. മനുഷ്യഗണത്തെ സംരക്ഷിക്കുക എന്നാണ് നമ്മുടെ കർത്തവ്യം എന്നവൾ ഓർമ്മിപ്പിക്കുന്നതിന് തേസൻ ഇപ്പോൾ പറയാനുള്ളത് അവരെ രക്ഷിച്ചതുകൊണ്ട് നമുക്ക് വേദന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും. കാങ്ജ നമുക്കുണ്ടായ നഷ്ടങ്ങൾ നികത്താനാവാത്തത് തന്നെയാണെന്നും എന്നാൽ നമ്മുടെ കർമ്മം മറക്കാൻ പാടില്ല. സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജീവൻ ത്യജിക്കാൻ വരെ തയ്യാറാണെന്നുള്ള പറച്ചിലിൽ തേസനിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുന്നു. അയാൾ ഇനി ആരെയും നഷ്ടപ്പെടുത്താൻ വഴി ഉണ്ടാക്കില്ലെന്ന ദേഷ്യത്തോടെ പോകുന്നത് കണ്ട് മാറോക്ക് സിറ്റുവേഷൻ തൽക്കാലത്തേക്ക് ഒന്ന് ശാന്തമാക്കി ജിജോയോട് ഒരു ട്രാക്കർ നിർമ്മിക്കാൻ പറഞ്ഞ് ബോസുങ്ങിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. കാരണം മുമ്പ് പാർക്കിംഗ് ലോട്ടിൽ വെച്ച് അവളിൽ എന്തോ ഒരു ഫീലിംഗ് ഉണ്ടായത് കണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു കടി മൊമെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവനോട് ഈ ഡീമൺസിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് കൺവിൻസ് ആക്കുന്നു. എങ്ങനെയെന്നാൽ തേസിന് സഹായം ആവശ്യമാണ്, എന്നാൽ ചോദിക്കാൻ മടി. ഈ ഏഞ്ചൽസിൻ്റെ ലീഡർഷിപ്പിൽ അടുത്തത് നീയാണെന്നൊക്കെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട്
ജീവൻ നഷ്ടപ്പെട്ട ആ 4 ഏഞ്ചൽസ്, കാള, മുയൽ, ആട്, കോഴി എന്നീ സോഡിയാക്കിൻ്റെ പ്രതീകമായ ജന്മങ്ങളെക്കുറിച്ച് നമ്മളൊന്നറിയുവാണ് തേസൻ ഒരു സുരക്ഷാ സംവിധാനമുള്ള കവാടം തുറന്ന് കയറുന്നതിലൂടെ. അവിടെയുള്ള ഒരു നിലവറവാതിൽ തുറന്ന് താഴേക്ക് അങ്ങനെ ചുരുണ്ട് കിടക്കുന്ന പടിയിറങ്ങി ടൈഗർ എത്തി നിൽക്കുന്നത് നല്ല തെളിച്ചമുള്ള ഒരു പാവനമായ സ്ഥലത്ത്. പണ്ടത്തെ നീചശക്തികളെ ശീലിച്ചുള്ള യുദ്ധത്തിൽ നഷ്ടപ്പെട്ട ഏഞ്ചൽസിൻ്റെ സ്മാരകമാണത്. ഒരു യുദ്ധമുഖത്ത് വെച്ച് ചലനം മറ്റു കിടക്കുന്ന അവരെ നോക്കി വേദനിക്കുന്ന മറ്റ് ഏഞ്ചൽസും മാറോക്കിൻ്റെ മന്ത്രശക്തിയിൽ അവരെ ദയിപ്പിക്കുകയും ചെയ്യുന്ന ഓർമ്മയിൽ നിൽക്കുന്ന തേസനെ വിളിച്ചവിടേക്ക് ഇപ്പോൾ മാറോക്ക് എത്തുന്നത് ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. ഇതിൻ്റെ പിന്നിൽ സമീന ആണെന്ന് പറയുമ്പോൾ തേസന് ഞെട്ടൽ. മുൻപ് ഹെതയെപ്പറ്റി നമ്മൾ കേട്ടിരുന്നില്ലേ? നശിക്കുന്നതിന് മുമ്പ് 3 കല്ലുകൾ അവശേഷിപ്പിച്ച് പോയതെപ്പറ്റി. നല്ലവനായിരുന്ന ഹെയ്ത്തിയെ ഒരു നീചശക്തിയാക്കി മാറ്റിയ ഒരു പുരോഹിതനായിരുന്നു സമീന. എന്നാൽ അയാൾ ഇപ്പോൾ ശക്തിയില്ലാതെ നശിച്ച മനുഷ്യനല്ലേ, പിന്നെ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു എന്നത് ഒരു ചോദ്യവും. മാറോക്കും മുൻപേ കാങ്ജ പറഞ്ഞ പോലെ ഇറങ്ങി തിരിക്കാൻ ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ അവൾ തേസൻ പറഞ്ഞതിൻ്റെ ഫ്രസ്ട്രേഷനിലും. കാങ്ജിയോട് പറഞ്ഞ അതേ മറുപടി തേസൻ ഇവിടെയും പറഞ്ഞിട്ട് പോകുന്നു. മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ഇനിയും ആരെയും ജീവൻ ഒഴിയാൻ സമ്മതിക്കില്ല. മീര മുമ്പ് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയത് അവളുടെ താമസം ഇവിടേക്ക് മാറ്റാൻ വേണ്ടിയായിരുന്നു. തേസിൻ്റെ അടുത്ത് നിന്ന് വരുന്ന മാറോക്ക് മീരെ കാണുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും തിരിച്ചെത്തിയ ഒരു ആശ്വാസമുണ്ട്. തേസൻ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യരെ അങ്ങനെ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള മനസ്സില്ല താനും. അതുകൊണ്ട് തന്നെ അപകടം വീണ്ടും ഉദിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അയാൾ തട്ടുകട നടത്തുന്ന ജുംജിക്കടുത്തേക്ക് പോവുകയാണ്. മുമ്പ് കേട്ട മാമ്പൂവും ജുംജയും ചേർന്നാണ് കേട്ടോ ആ കട നടത്തുന്നത്. തേസൻ ആ കട വിലയ്ക്ക് മേടിക്കുകയാണെന്നും പറഞ്ഞ് ഒരു ബാഗ് നിറയെ പണവുമായി ചെന്ന് നിൽക്കുമ്പോൾ അവർക്ക് അതിശയം. മാത്രമല്ല കുറച്ച് നാളത്തേക്ക് രാജ്യം വിട്ട് മാറി നിൽക്കാൻ 2 ഫ്ലൈറ്റ് ടിക്കറ്റും. എന്നാൽ ഇതെല്ലാം സമീനയുടെ കിങ്കരന്മാർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നാഗകന്യക ബാങ്ക്രോയുടെ മറ്റു കഴിവുകൾ നമ്മൾ കാണുവാണ്. ഹോക്കയ്യെ പോലെ ഷാർപ്പായി അമ്പ് തൊടുത്തു വിടുന്നതിലുള്ള അവളുടെ നൈപുണ്യം ഡോണിയുടെ സഹായിക്കൽ വഴി അറിയുമ്പോൾ ബോസും ആ ട്രാക്കർ വെച്ച് ചില കാട്ടുപ്രദേശത്തൊക്കെ പോയി എന്തെങ്കിലും നീചശക്തിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഈ ട്രാക്കർ ഉണ്ടാക്കിയ ജിജോയോട് ഇവനും മാറോക്കും പറഞ്ഞിരിക്കുന്നത് ഡ്രഗ് ഡീലേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയെന്നാണ്. തേസൻ അറിഞ്ഞാൽ സമ്മതിക്കുമെന്നറിയാവുന്നതുകൊണ്ട് രഹസ്യമായി ചെയ്യുന്ന പണിയല്ലേ, അതാണ്. മറ്റൊരിടത്ത് ഇന്നലെ ഡ്യൂട്ടിയിലുള്ള മാറോക്ക് മ്യൂസിയത്തിൽ നടന്നിരിക്കുന്ന മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എത്തുമ്പോൾ അവിടെ നഷ്ടമായിരിക്കുന്നത് ഒരേ ഒരു വസ്തുവാണ്, ആ കല്ല്. മുൻപ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നും കിട്ടിയതും അബ്നോർമൽ റീഡിങ്സ് കാട്ടിയതുമായിട്ടുള്ള സ്റ്റോൺ. ഇതിപ്പോൾ ആരായിരിക്കണം അവിടുന്ന് മോഷ്ടിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നിൽക്കുമ്പോഴാണ് ബോസും വിളിച്ചിട്ട് ട്രാക്കിങ്ങിൽ ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് നിരാശപ്പെടുന്നത്. ഇത് കേൾക്കുന്ന മാറോക്ക് ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ പടക്കുതിര മാൽസോക്കും ജിജോയും കാങ്ജയും ചേർന്ന് തിരിച്ചെത്തിയ മീരയും കൂട്ടി ഒരു ഓർഫനേജിലേക്ക് അന്നദാനം നടത്തുന്നതിനായി പോകുന്നു. അവരടിക്കടി ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അവിടെ വെച്ച് ഭക്ഷണം വിളമ്പി നിൽക്കെ മീരയ്ക്ക് ഒരു വിഷൻ വീണ്ടും ഉണ്ടാവുന്നു. ഏഞ്ചൽസ് എല്ലാം എന്തോ വലിയ പോരാട്ടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അവശരായി വീഴുന്നൊരു ദർശനം. ബലാ നിൽക്കുന്ന കണ്ട് വിളിച്ചെന്ത് പറ്റിയും തിരക്കുന്നതിലും മീര വിഷനെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും ഭാവിയെ കാണാൻ കഴിയുന്ന മീരയുടെ ഈ ദർശനം തീർച്ചയായും ഏഞ്ചൽസിൻ്റെ വരാൻ പോകുന്ന ആപത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. തേസൻ ബിൽഡിങ്ങിനെ വീടെന്നോ ഹെഡ്ക്വാർട്ടേഴ്സെന്നോ നമുക്ക് പറയാം. അവിടെ നിൽപ്പുള്ള തേസനെ കാണാൻ ജുംജിയും മാമ്പൂവും എത്തുമ്പോൾ അവരുടെ കയ്യിൽ ആ പണമടങ്ങിയ ബാഗും ടിക്കറ്റുകളുമുണ്ട്. വിചാരിച്ചതുപോലെ തന്നെ തേസൻ്റെ ഓഫർ നിരസിച്ചുകൊണ്ടുള്ള വരവാണ്. അവർ ജീവിതം കണ്ടെത്തിയത് ഈ തട്ടുകട കച്ചവടത്തിലാണ്. ജുംജയ്ക്ക് അവരുടെ അമ്മയുടെ കാലം മുതൽ നടത്തിവരുന്ന ഈ കടയും രാജ്യവും വിട്ടുപോകാൻ ഒട്ടും മനസ്സ് വരുന്നില്ല. കാരണം ഇതിങ്ങനെ നിലനിർത്താൻ അമ്മ പെട്ടപാട് ജുംജ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തേസനും. ആ കാലത്ത്, അതായത് ജുംജ കൗമാരപ്രായത്തിലായിരുന്ന സമയത്ത് അന്നത്തെ വേഷവിധാനങ്ങളും സ്റ്റൈലുമൊക്കെയായി ഈ ഏഞ്ചൽസ് മാർക്കറ്റിൽ നടന്നൊരു ഗുണ്ടാവിളയാട്ടത്തിൽ തലയിട്ടു. മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടില്ലെന്ന് തീരുമാനിച്ച ശേഷമുള്ള സമയമാണെങ്കിലും അവിടെ ഇടപെടലുണ്ടായ കാരണം ആ മാർക്കറ്റ് മേടിച്ച് അവിടെയുള്ള സകലരെയും അടിച്ചിറക്കുന്ന ഗുണ്ടാ സംഘത്തിൻ്റെ തലവൻ അതിനുള്ള പണം ലോൺ എടുത്തത് തേസിൻ്റെ കയ്യിൽ നിന്നായിരുന്നു. അതായത് അന്നത്തെ ഏഞ്ചൽ ലോൺസ് കമ്പനിയിൽ നിന്നും. പണം മൊത്തം തിരിച്ചടയ്ക്കും വരെ ഈ മാർക്കറ്റ് തൻ്റെയാണെന്നും പറഞ്ഞ് അന്ന് അവിടെത്തി ഇവരെ എല്ലാം കൈകാര്യം ചെയ്തു. അങ്ങനെ കാര്യങ്ങൾ സുമാറാക്കിയപ്പോൾ അവിടെ നിന്നാണ് ജുംജയുടെയും തേസിൻ്റെയും ആ ബന്ധത്തിന് തുടക്കം. ഗുണ്ടാ തലവനെതിരെ സംസാരിച്ചിരുന്ന ജുംജയുടെ അമ്മയുടെ ധൈര്യവും സാമർത്ഥ്യവും അന്ന് അവിടെ നിന്നും മനസ്സിലാക്കി. ഇവിടെ നമുക്കൊരു പുനർജന്മം കൺസെപ്റ്റ് കാണാം. അന്നത്തെ ആ ഗുണ്ടയുടെ മറ്റൊരു ജന്മമാണ് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ കണ്ട ജോംഷി. അങ്ങനെ ഇപ്പോൾ ജുംജ വിശ്വസിക്കുന്നതും ഈവിൾസും നശിച്ചവരൊക്കെ ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ തേസനുള്ളപ്പോൾ അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും നിർബന്ധിച്ചിട്ടും കാര്യമില്ലെന്ന് തേസന് മനസ്സിലാവുമ്പോൾ സമീന പറഞ്ഞ ആ തന്ത്രം, ഹെതയുടെ 3 കല്ലുകൾ കരസ്ഥമാക്കിയാൽ ഓഗിക്ക് ഏറ്റവും വലിയ ഈവിൾ പവർ ലഭിക്കും, ഏഞ്ചൽസിനെതിരെ പോരാടാനും അവരുടെ ശക്തി കീഴ്പ്പെടുത്താനും. ഇത് മനസ്സിലായതോടെ ആ മ്യൂസിയത്തിൽ നിന്നും ആ കല്ല് സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റാരുമല്ല, ഡാർക്ക് സ്പിരിറ്റായ ഓഗിയാണ്. അവൻ ആ കല്ലും പിടിച്ചു നിൽക്കുമ്പോൾ നെഞ്ചിലും ആ ചോരത്തിളക്കം വരുന്നിടത്ത് കാഴ്ചകൾ തൽക്കാലത്തേക്ക് നിർത്തുമ്പോൾ നമ്മൾ ഈ കേഡ്രാമയുടെ തുടക്കം തൊട്ട് കേൾക്കുന്നതാണ് ഹെതൈ എന്ന്. ആരാണ് ഈ വമ്പൻ തീയശക്തി? അതെങ്ങനെ ഇരിക്കും? 12ന്റെ 4ാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഫ്ലാഷ് ബാക്കിലൂടെ ഇതേക്കുറിച്ച് നമ്മൾ അറിയുന്നു. ഓമനത്തുമുള്ള ഒരു കൊച്ചുകുട്ടി അവൻ പിന്നാലെ നടന്നു വരുന്നത് കണ്ട് ആരാണെന്നുള്ള തേസന്റെ ചോദ്യത്തിന് മാറോക്കിൻ്റെ മറുപടിയിൽ എല്ലാമുണ്ട്. ലോകരക്ഷയ്ക്കായി ദൈവം സൃഷ്ടിച്ച സംരക്ഷകൻ. ഈ 12 ഏഞ്ചൽസിൻ്റെയും ഓരോ സ്വഭാവ സവിശേഷത വെച്ച് സൃഷ്ടിച്ചതാണേലും
ഹേതയ് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് ടൈഗർ സോഡിയക്കുമായിട്ടാണ്. പെട്ടെന്ന് തന്നെ ഹേതയ് തേസനുമായി അടുത്ത് പല കാലങ്ങളിലൂടെ സവിശേഷ ഗുണങ്ങളെല്ലാം സായിലെത്തി തേസനോളം അല്ലെങ്കിൽ തേസനേക്കാൾ കരുത്തുള്ളവനായി തീർന്നു ഈ ഹേതയ്. എല്ലായ്പ്പോഴും തേസൻ അവനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് മാനവിക സംരക്ഷണത്തിന്, അതൊരിക്കലും മറക്കരുത്. പ്രസന്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ തുടർച്ച എന്നോണം ബാംഗ്ലൂരുടെ അമ്പുവില്ലം കൊണ്ട് കഴിവുകാട്ടിയുള്ള പ്രാക്ടീസ് നിൽക്കുമ്പോൾ ഓർഫനേജിലെ അന്നദാനമൊക്കെ കഴിഞ്ഞ് വൈകി വോസുങ്ങനെയും ചേർത്ത് തിരിച്ചെത്തുന്ന മറ്റുള്ളവരും. അവൻ ഡ്രഗ് ഡീലറെ കണ്ടുപിടിക്കാനുള്ള ശ്രമമാണെന്നാണ് എല്ലാവരോടുമായി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത്താഴവേളയിൽ ചിക്കൻ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചും മീരയുടെ തിരിച്ചുവരവിൻ്റെ സന്തോഷം പങ്കുവച്ചുമൊക്കെ ശേഷം ജിജോ മന്ത്ലി ബോണസ് എന്നും പറഞ്ഞു ഓരോരുത്തർക്കും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ നിലനിൽപ്പിനും ഒരു വിരക്തിയൊന്നും തോന്നാതിരിക്കാൻ ഇവർ തന്നെ സ്വയം എൻഗേജ്ഡ് ആവുന്ന സിസ്റ്റമൊക്കെയാണത്. ആ സ്വർണ്ണ ബിസ്ക്കറ്റുകളിൽ നിന്ന് ഓരോ പീസ് വെച്ച് കാങ്ച് അപ്പോൾ തന്നെ ബാക്കിയുള്ളവരുടെ നിന്ന് കളക്ട് ചെയ്യുന്നുമുണ്ട്, മനുഷ്യർക്കുള്ള ഡൊണേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. ബോസുങ്ങിൻ്റെ സംസാരം കണ്ട് നീ എടുത്ത ചീഫ് ആവാൻ നോക്കുവാണോ എന്ന് കളിയാക്കുന്ന നേരത്താണ് മാറോക്ക് എത്തുന്നത്. തേസനെ തിരക്കി ചെന്ന് നോക്കുമ്പോൾ അയാൾ അടിച്ച് കിൻഡായിരിക്കുന്നു. ഇങ്ങനെ കുറേ കുപ്പി കാലിയാക്കിയതുകൊണ്ട് കഴിഞ്ഞതല്ലാണ്ടാവുമോ? എന്തായാലും ഇവനുണരും വരെ കാക്കാമെന്നങ്ങനെ മാറോക്ക് ഇരിക്കുമ്പോൾ തേസൻ ഞെട്ടിയുണരുന്നത് ഒരു ദുസ്വപ്നത്തിൽ നിന്നും. ആ 4 ഏഞ്ചൽസിൻ്റെ കല്ലറയ്ക്ക് മുന്നിലായി നിൽക്കുന്നതും അതെല്ലാം പൊട്ടിപ്പൊളിയുന്നതുമായിട്ടുള്ള ഒരു നിമിഷം. മാറോക്ക് എത്തിയിരിക്കുന്നത് മ്യൂസിയത്തിൻ്റെ മോഷണ കേസിൽ നിന്ന് കിട്ടിയ തുമ്പുമായിട്ടാണ്. ഓഗി വീണ്ടും ഉയർത്തെഴുന്നേൽക്കപ്പെട്ടെന്നറിയിച്ച് അയാൾ ക്യാമറ ഫുട്ടേജ് കാട്ടുമ്പോൾ അതിൽ ശക്തനായി ഓഗി അവിടേക്കെത്തി ഗാർഡ്സിനെ അടിച്ചു വീഴ്ത്തി ആ കല്ലെടുക്കുന്നു. സ്പർശിക്കുന്നതും ചുവന്നു തിളങ്ങുന്ന കല്ലും അവൻ്റെ നെഞ്ചും. ഇത്രയും കാലം സമീന ഒളിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ ഓഗി ഉണർത്തിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കണ്ടുപിടിക്കണം. ട്രാക്ക് ചെയ്യാൻ ബോസുങ്ങിനെ രഹസ്യമായി ഏൽപ്പിച്ചതെപ്പറ്റി അറിയുന്ന തേസൻ എൻ്റെ പിള്ളേരെ ഇത് വലിച്ചടിക്കലെന്ന് പറഞ്ഞല്ലേ എന്ന് വീണ്ടും തുടങ്ങുന്നതിലും മാറോക്ക് നിർത്തിക്കുന്നു. നീചശക്തികൾ നമുക്ക് ചുറ്റും ശക്തമായി വരുവാണ്, വെറുതെ ഒന്നും ചെയ്യാതിരിക്കുകയല്ല, വരാൻ പോകുന്നതിനെ കരുതി തന്നെയായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഓഗി തിരിച്ചു വന്നതുകൊണ്ട് മീരയുടെ മേൽ നല്ല ശ്രദ്ധ വേണമെന്നും അവൾ അവൻ്റെ മുന്നിൽ പെടാതെ നോക്കണമെന്നും പറയുന്നതിൽ വേറെ എന്തോ ഒരു നിഗൂഢതയുണ്ട്. സീൽ ചെയ്യുന്നതിന് പകരം അന്ന് അവനെ നശിപ്പിച്ചു കളഞ്ഞാൽ മതിയായിരുന്നു എന്ന് തേസൻ തലവനിക്കുമ്പോൾ സമീനയിലൂടെ ഹെതയെ സംബന്ധിച്ച് മറ്റൊരു ഫ്ലാഷ് ബാക്കും കൂടി. ഒരുമിച്ച് ഐക്യതയിൽ നടന്ന തേസനും ഹെതയും ഒടുവിൽ എതിരാളികളായി മാറി. ഹെതയുടെ ശക്തി നശിപ്പിച്ച് യുദ്ധഭൂമിയിൽ വെച്ച് അവനെ നശിപ്പിക്കുന്നതെല്ലാം വ്രണപ്പെട്ട് നിൽക്കുന്ന സമീന അവിടെ വെച്ച് സാക്ഷ്യം വഹിച്ചപ്പോൾ നിരാശയോടെ അവശനായി മാറിക്കിടന്ന വഴിക്ക് അവിടെ വെച്ച് മറ്റൊരു മുഹൂർത്തം കൂടി വിറ്റ്നസ് ചെയ്തു. ആ അവസാന നിമിഷങ്ങളിൽ ഹെതയ് 3 കല്ലുകൾ നിർമ്മിച്ച് മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള കാഴ്ച. ആ ഓർമ്മയിൽ നിൽക്കെ അവിടേക്ക് ഓഗി എത്തുന്നത് പുരോഹിതനെ സന്തോഷിക്കാനുള്ള വകയായിട്ടാണ് ആദ്യത്തെ സോൾ സ്റ്റോൺ കണ്ടെത്തിയെന്ന്. ഓഗിയുടെ അകക്കണ്ണ് വെച്ച് അടുത്ത കല്ലിൻ്റെ സാമീപ്യം കണ്ടെത്തുമ്പോൾ അതൊരു ആക്രിക്കടയിലും അവിടെ മണ്ണിൽ മറഞ്ഞു കിടക്കുന്ന 2ാമത്തെ സ്റ്റോണും സമീരയുടെ ചെങ്കിടികളെത്തി കൈക്കലാക്കുന്നു. തെരച്ചിൽ തുടർന്ന വോസുങ് ഒടുവിൽ ഈവൽ ഫോഴ്സിൻ്റെ സാന്നിധ്യം ട്രാക്കറിൽ തിരിച്ചറിഞ്ഞ് അങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ വീട്ടിൽ മീരയും മാൽസോക്കും ഹെവി ട്രെയിനിങ്ങിലാണ്. എല്ലാറ്റിനും പ്രിപ്പയർഡായിരിക്കുന്ന കൊണ്ട് രണ്ടുപേരും കായികക്ഷമത ഒന്ന് ഉഷാറാക്കുമ്പോൾ മാൽസോക്ക് ഇതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അതെന്താ മീരയ്ക്ക് മാത്രം ഇപ്പോഴും സ്പെഷ്യൽ പവേഴ്സൊക്കെ ഉള്ളതെന്ന്, ഇനി ഡ്രാഗൺ സോൾ ആയതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അത് അവൾക്കും വ്യക്തമായി അറിയില്ല. വർക്കൗട്ടിന് ശേഷം പടക്കുതിരി ഡ്രാഗണെ കൂട്ടിയിട്ട് എന്തെങ്കിലും കുറിക്കാനും വേണ്ടിയിട്ട് പുറത്തേക്കെത്തി നമുക്കെന്നും ഇങ്ങനെ ഇനി മുതൽ കറങ്ങണമെന്ന് പറയുന്നത് മീരയ്ക്ക് ആശങ്കയുണ്ടാക്കുന്നു. അതിന് കാരണം ഈവൾ ഫോഴ്സ് ഇപ്പോൾ വീണ്ടും എത്തിയിട്ടുള്ളത് കൊണ്ട് പുറത്തധികം ഇങ്ങനെ ചുറ്റുന്നതും സേഫല്ല. മാറോക്ക് മാന്ത്രിക ദണ്ഡുകൊണ്ട് മുമ്പ് രക്ഷിച്ചെങ്കിൽ പോലും ആളൊരു മനുഷ്യരാണ്. ആ സമയത്ത് ഡോണി തട്ടി മാറ്റിയില്ലായിരുന്നെങ്കിൽ മാറോക്ക് അവശനായി മാന്ത്രിക ദണ്ഡ് ഉപയോഗിക്കാൻ കഴിയാതെ വന്നേനെ. എന്തായാലും അപകടം പിന്നാലെ തന്നെയുണ്ട്. മാൽസോക്കി സംസാരമെല്ലാം കേട്ട് മീരയുടെ വിഷൻസിനെ കുറിച്ചുള്ള സംശയം എടുത്തിരുന്നു. ഇപ്പോഴെടുത്ത് എന്തെങ്കിലും വിഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അന്ന് ഇറങ്ങിപ്പോയതും എന്തോ ഒരു വിഷൻ മൈൻഡിൽ വന്നുകൊണ്ടല്ലേ. എന്നാൽ മീര ഇതിനൊന്നും പിടികൊടുക്കാതെ കുതറി മാറുന്നു. ക്ലിനിക്കിൽ ബാങ്ക്രോ ഡോണിക്കൊരു സപ്ലിമെൻറ്റ് കൊടുക്കുകയാണ്. 400 വർഷത്തോളം സൂക്ഷിച്ചിരുന്ന ഈ ലിക്വിഡ് കുടിച്ചാൽ ഡീമൺസിൻ്റെ ആക്രമണ സമയത്ത് അവരെ ശക്തമായി പ്രതിരോധിക്കാനുള്ള ശേഷി വരും. സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇതിനുശേഷം ശരീരത്തിൽ സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. ഡോണി നിന്ന് വിടുമ്പോഴാണ് മാറോക്ക് ഇവരുടെ സ്ക്രീൻ സ്പേസിലേക്ക് എത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അയാൾ തൽക്കാലത്ത് ഈ ഡിറ്റക്റ്റീവ് ജോലിക്ക് തടയിടുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ഇരുവർക്കും ഏകദേശം പിടികിട്ടി സന്ദർഭം ഗൗരവമാണെന്ന്. വൈകുന്നേരം എന്തായാലും ഒരു മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞങ്ങനെ സന്ധ്യയാകുമ്പോൾ എല്ലാവരും കൂടവേ തേസൻ മീര ഒറ്റയ്ക്ക് സംസാരിക്കാനായി വിളിച്ചുകൊണ്ട് പോകുന്നു. ഇതിനിടയ്ക്ക് മാറോക്ക് പറഞ്ഞിട്ട് ജിജോ നിർമ്മിച്ചെടുത്തൊരു വാളും കാണാം. തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണെന്ന് സാരം. മീരയോട് ഈ അടുത്ത് ആരെങ്കിലും വന്ന് കണ്ടിരുന്നോ എന്ന് തേസൻ തിരക്കുമ്പോൾ അങ്ങനെ ആരും വന്നിട്ടില്ല. എന്തായാലും അന്ന് പാർക്കിംഗ് ലോട്ടിലെത്തിയത് മീരയായിരുന്നു അവിടെ ടാർഗറ്റ് എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും ഇനി കുറച്ച് നാളത്തേക്ക് പുറത്തിറങ്ങേണ്ടെന്ന് നിർദ്ദേശിക്കുമ്പോൾ അവൾ ആ വന്ന വിഷൻസിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുവാണ്. ക്ലിഫിൽ വെച്ച് കണ്ടതും പിന്നീട് ഏഞ്ചൽസ് അവശരായി കിടക്കുന്നതായ വിഷൻ എല്ലാം സത്യമായി വരുവാണോ എന്ന ഉൾഭയത്തിൽ ഞാനും ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് മീര താല്പര്യപ്പെടുന്നെങ്കിലും തേസൻ നിരസിക്കുന്നു. ഓഗി ഉയർത്തെഴുന്നേറ്റ സത്യം അറിയിക്കുന്നതിൽ തേസൻ പരാജയപ്പെടുന്നെങ്കിലും മാറോക്ക് വഴി ഇപ്പോൾ മറ്റ് ഏഞ്ചൽസ് എല്ലാം ഈ വിവരം അറിഞ്ഞിരിക്കുകയാണ്. സമീന അവനെ തിരിച്ചെത്തിച്ചത് അറിയുന്നതോടെ അവരെല്ലാം ഉടൻ തന്നെ മീര അവൻ കാണാതെ സംരക്ഷിക്കുന്നതിനെപ്പറ്റി സംസാരിക്കുന്നു. ഇവിടെ ഇപ്പോൾ കൂട്ടത്തിൽ ഒരാൾ മിസ്സിംഗ് ആണ്, ശ്രദ്ധിച്ചോ? നമ്മുടെ കുരങ്ങൻ. വോസുങ് ആ ട്രേസിംഗ് വെച്ച് ആ രാത്രി തന്നെ സമീനയുടെ കിങ്കരന്മാരെ കണ്ട് പതിയിരുന്നുകൊണ്ട് അവർ കയറുന്ന ഒരു ടണലിലേക്ക് കയറുന്നെങ്കിലും
അധികം വൈകാതെ അവരെ കാണാതാവുന്നു. കാരണം അതൊരു പോർട്ടൽ പോലെയാണെന്ന് മുമ്പ് നമ്മൾ കണ്ടതാണ്. എന്നാൽ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഒരു മന്ത്രവിദ്യ ഇവൻ്റെ സാന്നിധ്യം ഒപ്പിയെടുക്കുന്നത് ഒരു അപകട സൂചനയും. ഈ വിവരം ഉടൻ തന്നെ വോസുങ് മാറോക്കിനെ അറിയിച്ച് ഇരുവരും തേസിനെ അറിയിക്കാൻ എത്തുമ്പോൾ അയാൾ വീണ്ടും ആ കല്ലറയ്ക്ക് മുന്നിലാണ് മറ്റു ചില ഓർമ്മകളുമായി. അതെന്തോന്നറിയോ? ആ സാഹചര്യം. ക്ലിഫിലായി ഓഗി അവശനാക്കി നിൽക്കുന്ന തേസിനോട് മീര നിന്ന് അവനെ ഒന്നും ചേരുന്ന കേണപേക്ഷിച്ചു. അതിൻ്റെ റീസൺ അവ്യക്തമാണ്. മീര തേസിനെ മാറ്റാനായി അവളുടെ പവർ വരെ എതിരായി ഉപയോഗിച്ചെങ്കിലും അതിനേക്കാൾ ശക്തനായ തേസൻ ഓഗിക്കടുത്തെത്തി പറഞ്ഞു, നീ ചെയ്തത് ദൈവനിന്ദ. മാനവരെ ഇരുട്ടിലാക്കി നിനക്കിനി ഒരു വിധിയുള്ളൂ. അങ്ങനെയാണ് അവനെ സീൽ ചെയ്യുന്നത്. ഒരുപക്ഷെ മീര കാരണമാകാം തേസൻ എന്നവനെ നശിപ്പിക്കാതെ സീൽ ചെയ്തത്. എന്തായാലും മീര കാണുന്ന വിഷനിൽ വന്ന ക്ലിഫും ഇതും ഒന്നാണെന്ന് അവിടെ ക്ലിയർ ആകുമ്പോൾ വോസുങ്ങും മാറോക്കും എത്തി സമീനയുടെ താവളം കടത്തി വിവരം അറിയിക്കുന്നു. താവളത്തിൽ ഇന്നേരം 2ാം സ്റ്റോൾ സ്റ്റോണും എത്തുമ്പോൾ ഇനി ഒരൊറ്റ ഒരെണ്ണം മാത്രം ബാക്കി. അതുകൂടി കിട്ടിയാൽ പിന്നെ ഡ്രാഗൺ സോളുമായി ലയിപ്പിച്ച് ഹെത്തയുടെ അതിലി ശക്തി ഓഗിക്ക് സ്വന്തമാക്കാമെന്ന് സമീന പറയുമ്പോൾ, എന്നാൽ ഡ്രാഗൺ സോളിൻ്റെ കാര്യത്തിൽ ഇതിന് പ്രശ്നമുണ്ടെന്ന് അവനും. കാരണം ഒരു കടുവ മീരയെ ചുറ്റിപ്പറ്റി എപ്പോഴും ഉണ്ട്. സമീന ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നത് ഒന്നാമത്തെ കാര്യം, ഇവർക്കിപ്പോൾ ആ പഴയ പവറൊന്നുമില്ല. മാത്രമല്ല തേസിന് ചില വീക്ക് പോയിൻറ്റ്സ് ഉണ്ടെന്നും. നമുക്കറിയാവുന്ന തേസിൻ്റെ ഒരു വീക്ക് പോയിൻ്റ് എന്നുള്ളത് ദിവരാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഏഞ്ചൽസ് എല്ലാം എഴുന്നേൽക്കുന്നത് തേസിനും മാറോക്കും മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞുകൊണ്ട്. വോസുങ്ങിന് കാര്യം അറിയാമെങ്കിലും അവൻ ഹൈഡ് ചെയ്യുമ്പോൾ ഇരുവരും ഒടുവിൽ ആ ടണലിൻ്റെ അടുത്തെത്തുന്നു. ഉള്ളിലേക്ക് കയറിപ്പോയ കിങ്കരന്മാരെ പെട്ടെന്ന് കാണാതായി എന്ന് പറയിൽ നിന്ന് ഇരുവർക്കും ഒരു കാര്യം ഉറപ്പാണ്, അത് സമീനയുടെ ഡാർക്ക് മാജിക്കാൽ ചുറ്റപ്പെട്ട ഏരിയയാണ്. മാറോക്കിനെ പിന്നിൽ നിർത്തി പ്രൊട്ടക്ട് ചെയ്യുമെന്ന് നിൽക്കുന്ന തേസൻ്റെ ആ വീക്ക് ലിങ്ക് ജുംജയ്ക്കും മാംബൂഗിനും അടുത്തേക്ക് കിങ്കരന്മാർ എത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, ഇത് ഏഞ്ചൽസിനെ വഴിതിരിച്ചു വിടാനുള്ള ഒരു തന്ത്രമാണ്. ജുംജെ ഉപദ്രവിക്കുന്നത് കണ്ട് ഡിഫെൻഡ് ചെയ്ത മാംബോഗിനെയും അവർ കഴുത്തിന് പിടിച്ച് ഞെരിക്കുമ്പോൾ ഈ തക്കത്തിന് അവിടുന്ന് ജുംജെ ഓടിമാറി ഒരു തിരക്കുള്ള ഏരിയയിലെ ബാത്റൂമിൽ പോയി ഒളിക്കുന്നു. ഈവിൾസ് അപ്പിയർ ആയതോടെ എല്ലാവരുടെയും ലോക്കറ്റിൽ അലർട്ട് സിഗ്നൽ വരുമ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഏഞ്ചൽസ് എല്ലാം മാറോക്കിനെ വിളിച്ചറിയിച്ച് കാങ്ജിയുടെ പവർ വെച്ച് അത് ജുംജയ്ക്ക് നേരെയാണെന്ന് അറിഞ്ഞു പോകുമ്പോൾ ബിൽഡിങ്ങിൽ മീരയെ പോറ്റയ്ക്കും. സമീനയും സംഘവും ഇന്നേരം അങ്ങോട്ടേക്ക് നീങ്ങുമ്പോൾ ജുംജ് ബാത്റൂമിലിരുന്ന് തേസിനെ വിളിക്കാൻ തുടങ്ങുന്നതും ചീഫ് ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു. ആ ശബ്ദത്തിൽ കിങ്കരന്മാർ വന്ന് ബാത്റൂം ഓരോന്ന് തകർത്ത് ചെക്ക് ചെയ്യുമ്പോൾ തേസൻ മാംബോഗിനെ കണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കി ജുംജിക്കടുത്തേക്ക് ഓരോ ഈവിൾസിനെയും വീഴ്ത്തി എത്തിപ്പറ്റുന്നു. ബാത്റൂമിലേക്ക് കയറുന്നതും നിൽക്കുന്ന രണ്ടോമാരെ ഇടിച്ചു പരുവമാക്കി വീഴ്ത്തി ജുംജയെ കണ്ടെത്തുമ്പോൾ അവർ കയ്യിൽ നിന്ന് ചോര വാർന്നൊഴുകി പാതി ബോധത്തിലുള്ള അവസ്ഥയിലും. പിറകിലെത്തുന്ന മാറോക്കിനെ വിളിച്ച് ജുംജയെ പെട്ടെന്ന് ആസ്പത്രിയിലേക്ക് മാറ്റാൻ പറയുന്നതും ആ ഡീമൺസ് എല്ലാം വീണ്ടും ശക്തരായി ഉയർക്കുന്നു. എത്ര വലിയ ക്ഷതമേറ്റാലും നിമിഷങ്ങൾക്കുള്ളിൽ നോർമലാവുന്ന ഒരു ശക്തിയാണ് ഈ ഈവിൾസിന്. അങ്ങനെ അവശയായ ജുംജയെ മാറോക്ക് പിടിച്ചുകൊണ്ട് പോകുന്നെങ്കിലും അവിടെ അവർക്ക് 4 ചുറ്റുമായി ഈവിൾസ് ബ്ലോക്ക് ചെയ്യുന്നു. ജുംജയുടെ അവസ്ഥ വീണ്ടും വഷളായിക്കൊണ്ടിരിക്കെ ഏഞ്ചൽസ് മാൽസുഗ് സംഘവും കൃത്യസമയത്ത് അവിടേക്ക് എത്തുന്നതും അവൾ താൻ ഡോണിയവരെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ ജുംജയ്ക്കൊപ്പം വിടുന്നു. പിന്നെ കാണുന്നത് പടക്കൂരിയുടെ പടയോട്ടമാണ്. ഡോണിയും ഷൈൻ ചെയ്യുന്നെങ്കിലും ഈവിൾസിലെ ശക്തൻ ഹാലിളകി രണ്ടുപേരെയും നിലംപരിശാക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈവിൾസ് എല്ലാം നിമിഷങ്ങൾക്കകം നോർമലായി ജുംജിക്കടുത്തേക്ക് പായുമ്പോൾ തേസൻ ബിൽഡിങ്ങിലും ആശങ്ക. മീരയും അവളുടെ അടുത്ത് തന്നെ ബാങ്ക്രോയും അമ്പുമ്പിലുമായി നിൽക്കുമ്പോൾ ആ കവാടം തുറന്ന് മുന്നിൽ വീറോടെ നിൽക്കുന്ന സമീനയും സംഘവും. മീര സമീനയ്ക്ക് മുന്നിൽ വീണ്ടും എത്തി നിൽക്കുമ്പോൾ ഈവിൾസ് വീണ്ടും മാറോക്കിനും സംഘത്തിനും ചുറ്റുമായി കൂടുന്നു. ജുംജയ്ക്ക് ബോധം നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ ഇനി തേസന്റെ നീക്കം എന്ത്? ഒരു പീക്ക് ടെൻഷൻ മൊമെൻറ്റ്. ഈ ഒരു ചില്ലിംഗ് മൊമെൻറ്റിലല്ല നമ്മളെ അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ജുംജയുടെ പ്രണയം. അന്ന് ഗുണ്ടകളുടെ പക്കൽ നിന്നും രക്ഷിച്ച ശേഷം ജുംജയുടെ അമ്മ നടത്തി വന്നിരുന്ന തട്ടുകടയിലേക്ക് പോയി അവർ മാക്കം വെട്ടി വിഴുങ്ങിയപ്പോൾ മറ്റു ഏഞ്ചൽസിനെല്ലാം അതിശയമുണ്ടാക്കുന്നൊരു സംഭവം തേസനിൽ പ്രകടമായി. മനുഷ്യരുമായി ഒരനാവശ്യ ബന്ധവും വേണ്ടെന്ന് നിന്ന ചീഫ് വർഷങ്ങൾക്ക് ശേഷം, അല്ല നൂറ്റാണ്ടുകൾക്ക് ശേഷം അന്നൊരു മനുഷ്യനോട് കരുതലോടെ സംസാരിച്ചു. പിന്നീട് ഗുണ്ടകളുടെ പ്രശ്നം വല്ലതും ഉണ്ടായോ എന്ന് തിരക്കുന്ന തേസനെ കണ്ട് കൂട്ടർ അത്ഭുതപ്പെട്ടപ്പോൾ കൊച്ചു ജുംജി എത്തി ഇയാളെ കണ്ടപടെ ഗുണ്ടകളെ തുരുത്തി ഓടിച്ച സംഭവത്തിൽ വീണ്ടും നന്ദി ചോദിച്ചു. തൻ്റെ മുന്നിലെ ഒരു ഹീറോ ആണെന്ന് അവൾ ആവേശം കാട്ടുന്ന കണ്ട് തേസൻ ഷൈയായി പോകുമ്പോൾ അവൾ അയാളെ സ്നേഹാർദ്രമായ കണ്ണുകളോടെ അങ്ങനെ അഭിമാനത്തോടെ നോക്കി അങ്ങനെ നിൽക്കുന്നിടത്ത് ഈ അധ്യായം അവസാനിക്കുമ്പോൾ ഈ ജുംജിയാണ് പാവം ഇപ്പോൾ മരണത്തോടെ മല്ലിടുന്നത്. തേസൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ടോളുവിൻ്റെ 5ാം എപ്പിസോഡിലേക്ക് കടക്കുന്നത് മറ്റൊരു കൊച്ചു ഫ്ലാഷ് ബാക്കിലൂടെയാണ്. ബാങ്ക്രോ ആ 400 വർഷത്തോളം പഴക്കമുള്ള ഔഷധം വെച്ച് ഡോണിക്ക് വേണ്ടി ടോണിക്കുണ്ടാക്കിയത് മീര പറഞ്ഞിട്ടായിരുന്നു. എപ്പോഴെങ്കിലും ആവശ്യം വരുമെന്ന് പറഞ്ഞങ്ങനെ അതുണ്ടാക്കി തൊട്ടടുത്ത ദിവസം മാൽസൂക്കും കാങ്ജിയും ഒത്ത് ഇവൾ ഒരു ക്യാമ്പിംഗ് ട്രിപ്പിന് പോയപ്പോൾ മറ്റ് ഏഞ്ചൽസ് എല്ലാം ഫിലിപ്പീൻസിലേക്ക് ചില ക്രിമിനൽസിനെ പിടിക്കാൻ പോയിരിക്കുകയായിരുന്നു. ക്യാമ്പിങ്ങിലേക്ക് അന്ന് മീര എത്തി നല്ല രസകരമായി ചെലവഴിച്ചപ്പോൾ അന്ന് മുതൽക്കേ അവൾക്ക് ആ വിഷൻസ് ഉണ്ട്. എല്ലാ ഏഞ്ചൽസും ആവശ്യതയോടെ നശിക്കാറായി കിടക്കുന്ന ആ മൊമെൻറ്റ്. അങ്ങനെ ഇപ്പോൾ പ്രസന്റിലേക്ക് വരുമ്പോൾ ഡീമൺസിൻ്റെ ആക്രമണത്തിന് മുന്നിൽ നിൽക്കുന്ന ഏഞ്ചൽസും. ഡോണി ഒടുവിൽ വേറെ വഴിയില്ലാതെ ആ ടോണിക്ക് കുടിക്കുവാണ്.
മാൽസു കണ്ട് ഇതെന്താന്ന് ചോദിച്ചു നിൽക്കെ അവനത് കുടിക്കുന്നതും ശരീരമൊക്കെ ചുവന്ന് തുടുത്ത് നല്ല ചൂടായി ആവിയൊക്കെ വന്ന് ഒരു റെഡ് ഹൾക്കിനെ പോലെ വീറും അരിശവും വന്ന് ശക്തനാവുന്നു. ആ ഇവൾ തലവനെ ഡോണി ശക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാൽസു കന്തം വിട്ട് നോക്കിയിരിക്കുമ്പോൾ മറ്റൊരിടത്ത് ആവശ്യമായി നിൽക്കുന്ന ജുംജയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മാറോക്കും മറ്റേഞ്ചൽസും. ഇനി എന്തു ചെയ്യും? ഏഞ്ചൽസ് ഈ രണ്ടുപേരെയും കവർ ചെയ്ത് ഈവിൾസിനെ മാക്സിമം സ്ട്രെയിൻ എടുത്ത് ഇടിച്ചു വീഴ്ത്തുവാണ്. വോസും കുരങ്ങനെ പോലെ ചാടിത്തിരിഞ്ഞ് അടിച്ചും തൊഴിച്ചും ആക്രമിക്കുമ്പോൾ ജിജോയും കാങ്ജിയും ഒരു നിമിഷം പോലും നിലത്ത് നിൽക്കാതെ പറന്നടിച്ച് വീഴ്ത്തുന്നു. ഇടയ്ക്ക് ജുംജി ആക്രമിക്കാൻ ശ്രമം നടക്കുന്നതും മാറോക്ക് ആ ദണ്ട് വരുത്തി ഒരു രക്ഷാകവചം സൃഷ്ടിക്കുന്നു. എന്നാൽ എത്ര ഇടിച്ചിട്ടും ഒരു നാണവുമില്ലാതെ വീണ്ടും സിമ്പിളായി എഴുന്നേറ്റ് വീഴുന്നത് കണ്ട് അന്തിച്ചു നിൽക്കെ തേസൻ അവിടേക്ക് വരവായി. ടൈഗറിന്റെ മാസ് പഞ്ചിൽ ഓരോ ഡീമൺസും വീഴുന്നോടെ അധികം നേരം അവിടെ നിൽക്കാതെ ജുംജിയും കൊണ്ട് തേസൻ ബിൽഡിങ്ങിലെ ബാങ്ക്രോയ്ക്കടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോണിയുടെ പിന്നാലെ മാൽസൂക്കും ഹോഴ്സ് പവറിൽ ആ ഡീമൺ തലവനെ വീഴ്ത്തി അവിടുന്ന് വീട്ടിലേക്ക് തിരിക്കുന്നു. ഇനി വീട്ടിലെ കാര്യം എന്താണെന്ന് നമുക്കറിയണ്ടേ? അവിടെ സമീനയും സംഘവും അടുക്കുന്നത് കണ്ട് ബാങ്ക്രോ അമ്പും വില്ലും പ്രയോഗിച്ചും മെയ്വഴക്കത്തോടെയും തിരിച്ചു എത്തുമ്പോൾ തൻ്റെ ഇടത്തോടെ ഡിഫെൻഡ് ചെയ്യുന്ന മീരയും. എന്നാൽ സമീനയുടെ മന്ത്രശക്തിയിൽ മീരയെ ബോധം കെടുത്തി അവിടുന്ന് തട്ടിക്കൊണ്ടു പോകുന്നതോടെ പ്രശ്നം രൂക്ഷമായിരിക്കുകയാണ്. ജുംജയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തി ബാങ്ക്രോയെ വിളിക്കുമ്പോൾ മറ്റേഞ്ചൽസ് ഇന്നേരം അവിടെ എല്ലാം അടിപിടി നടന്ന അവസ്ഥയിൽ വീണ് കിടക്കുന്ന അവളെ കാണുന്നു. ഡോണി അവളുടെ മൈൻഡ് വായിച്ച് മീരയെ സമീനെ തട്ടിക്കൊണ്ടു പോയതായി അറിയുന്നതോടെ തേസൻ എത്രയും പെട്ടെന്ന് മീരയെ തിരിച്ചെത്തിക്കണമെന്ന് പോകാനൊരുങ്ങുന്നു. എന്നാൽ തടയുന്നത് മാറോക്ക്. കാരണം ഇപ്പോൾ ലോക്കറ്റൊന്നും തിളങ്ങുന്നില്ല. അതിനർത്ഥം അവരിപ്പോൾ കണ്ടെത്താൻ കഴിയുന്ന സ്ഥലത്തല്ല. മുൻപ് അവരുടെ താവളം കണ്ടെത്തിയത് ശരി തന്നെ, പക്ഷേ കണ്ടതല്ലേ, അവിടെ മൊത്തം സമീനയുടെ മന്ത്രശക്തിയാൽ സുരക്ഷിതവും ശക്തവുമാണ്. ഈ അവസ്ഥയിൽ നമുക്ക് കണ്ടെത്താനാവില്ല. ബാങ്ക്രോയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ട് ജുംജിയെ നോക്കാൻ വിട്ടിട്ട് തേസനോട് മാറോക്ക് കുറച്ച് സമയം ചോദിക്കുന്നു, എന്തെങ്കിലും വഴി കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട്. ജുംജിയുടെ കാര്യം വളരെ കഷ്ടമാണ്. ഈവിൾസിന്റെ കയ്യിൽ നിന്നുള്ള പരിക്കായതുകൊണ്ട് അതൊരു കൊടിയ വിഷയമായി അവരിൽ ഇൻഫെക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. തേസൻ അവർക്കടുത്ത് തന്നെ ഉണ്ട്. ബാങ്ക്രോ ഇക്കാര്യം ഡോണിയെ അറിയിച്ച് മനുഷ്യന് കൊടുക്കുന്ന ഒരു മരുന്ന് കൊണ്ടും പ്രയോജനമില്ലെന്ന് പറയുന്നതും എല്ലാവരും പിന്നീട് അങ്ങോട്ട് വളരെ അസ്വസ്ഥരും. ഇടയ്ക്ക് ബോസിങ്ങിനൊരു ബുദ്ധി തോന്നുന്നുണ്ട്. ഹെൽമൗത്ത് സീൽ ചെയ്തിരിക്കുന്ന ഹെൽമൗത്ത് ഓപ്പൺ ചെയ്താൽ എല്ലാവർക്കും ശക്തി തിരികെ കിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ബാങ്ക്രോയുടെ ശക്തി തിരികെ കിട്ടുകയും ചെയ്യും. അത് വെച്ച് ജുംജി രക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യാം. അത് ശരിയാവില്ലെന്ന് അപ്പോൾ തന്നെ ഓർമ്മിക്കുന്ന മാറോക്കിനറിയാം. അങ്ങനെ ഓപ്പൺ ചെയ്താൽ മനുഷ്യർക്ക് ഏറ്റവും അപകടകരമായ പല നീചശക്തികളും പുറത്തേക്ക് വരും. അങ്ങനെ സമയം കടന്നു പോകവേ ബാങ്ക്രോ സ്വന്തം രക്തം ജുംജിയിലേക്ക് കുത്തിക്കയറ്റി നോക്കുന്നെങ്കിലും അവസ്ഥ മോശം തന്നെ. മാറോക്ക് നല്ലവണ്ണം തലപോഞ്ഞ് എന്തോ വഴി കിട്ടിയ പോലെ അവിടുന്ന് ആരോടും പറയാതെ ഇറങ്ങി പോകുമ്പോൾ ഇതിനിടയ്ക്ക് ഏഞ്ചൽസിന്റെ കാര്യത്തിൽ കുരുന്മേൽ കുരു എന്ന പോലെ സമീനയുടെ കിങ്കരന്മാർ ആ മൂന്നാമത്തെ സോൾ സ്റ്റോണും കണ്ടെത്തുകയാണ് മറ്റൊരു കൊച്ചു മ്യൂസിയത്തിൽ നിന്നും. സമീനയുടെ ടെറിട്ടറിയിലൂടെ നടക്കുന്ന ഓഗിക്ക് പെട്ടെന്ന് മൈൻഡിൽ എന്തോ ഒരു ഇറിറ്റേഷൻ ഉണ്ടായി. ആ ഫീൽഡ് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് മാന്ത്രിക തടവിൽ കിടപ്പുള്ള മീരയെ. കുറച്ചു നേരം വല്ലാതെ നോക്കി നിന്നിട്ട് പോയി മണിക്കൂറുകൾക്ക് ശേഷം അവൾ ഞെട്ടിയെഴുന്നേൽക്കുന്നതാട്ടെ ഇതോടെ ഒരു പുതിയ വിഷൻ വന്നിട്ട് ആരോ ആയി കൈകോർത്ത് പിടിച്ചുകൊണ്ട് രക്ഷിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ളൊരു വിഷൻ. പക്ഷെ അത് വരാൻ പോകുന്നതാണെന്ന് തോന്നുന്നില്ല. ഏതോ കഴിഞ്ഞ കാലമാണ്. ഉടനെ തന്നെ അവിടേക്ക് എത്തുന്ന സമീനെ കണ്ട് അവൾ കോപം കൊണ്ട് വിറച്ച് എവിടെയാണെന്ന് ചോദിക്കുന്നതും അയാൾ വീണ്ടും മന്ത്രശക്തിയാൽ അവളെ ബോധം കെടുത്തുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ താവളത്തിലെ ആൾത്താരയിലായി തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്ഥലത്ത് മീരയെ കിടത്തിയിരിക്കുന്നതും അവിടേക്ക് ഓഗി സോൾ സ്റ്റോണുമായി എത്തുന്നതും. വോസും ഒടുവിൽ സഹചാരികളോട് താനും സമീനയുടെ താവളം കണ്ടുപിടിച്ചതേക്കുറിച്ചും ഓഗിയെ കണ്ടതായും പറയുന്നു. മറ്റ് ഏഞ്ചൽസ് എല്ലാം ഇത് കേട്ട് ഓരോന്ന് മറച്ചു വെച്ച് നടക്കുന്നതിനെ ചൊല്ലി പള്ളു പറയുന്നതിനിടെ അവൻ മാറോക്ക് അയാളുടെ ജോലി വഴി എന്തേലും വഴി കണ്ടെത്തുമെന്ന് പറയുമ്പോഴാണ് ജോലി ഉപേക്ഷിച്ചതായി വോസും മനസ്സിലാക്കുന്നത്. മുന്നേ ആരോടും പറയാതെ ഇറങ്ങിപ്പോയതായി അവൻ കണ്ടപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വഴി കണ്ടെത്താൻ പോയതാണ് എന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ ഇത് കേൾക്കുന്നതോടെ എന്തോ ഡൗട്ട് തോന്നി തേസനോട് ഇക്കാര്യം പറയുമ്പോൾ മുന്നേ മാറോക്ക് എന്തേലും വഴി കണ്ടെത്താമെന്ന് പറഞ്ഞത് ഓർമ്മ വന്ന് ഇരുവരും ഉടൻ വണ്ടിയുമെടുത്ത് അന്വേഷിച്ചു പോകുന്നു. കാരണം അയാൾ ഒറ്റയ്ക്ക് സമീനെ തേടി പോയതായിരിക്കണം എന്ന് ഊഹിച്ചാണ്. അതെങ്കിലും അത് സത്യമാണ്. മാറോക്ക് പോകുന്നത് ആ കണ്ടെത്തിയ ടണലിലേക്ക് തന്നെയാണ്. അവിടെ ഇന്നേരം ഓഗി മീര കിടക്കുന്ന സ്ഥലത്തായി മൂന്നാമത്തെ കല്ല് കൊണ്ട് വെക്കുന്നതും സ്റ്റോൾ സോൺസിന്റെ എല്ലാം പവർ അവിടെ വ്യാപിക്കുന്നു. 3 കല്ലുകൾ ഒരുമിച്ച് വായുവിലായി നിൽക്കുന്നതിന് പിന്നാലെ ഓഗി ശക്തി ഉപയോഗിച്ച് മീരയുടെ ശരീരത്തിൽ നിന്ന് എനർജീസ് അതിലേക്ക് ഉൾക്കൊള്ളിക്കുവാണ്. ഏറെ പ്രതീക്ഷയുടെ സമീനയും കൈമുറിച്ച് രക്തത്തുള്ളികൾ ആ എണ്ണ പലഹാരം കാഴ്ച പോലത്തെ എണ്ണയിൽ വീഴ്ത്തി നിൽക്കെ ആ മുഹൂർത്തം മീരയുടെ ഉള്ളിലെ നിർണായകമായ പവർ അത് മെല്ലെ ഉയർന്ന കല്ലിലേക്ക് മറിച്ചായി അവിടെ വലിയൊരു റിയാക്ഷൻ നടക്കുന്നു. ആ ശ്രേഷ്ഠമായ പവർ ഫീൽഡിലേക്ക് ഓഗി കൈകൾ അടുപ്പിക്കുന്നതും പൊടുന്നതിനെക്കുറി ഓർമ്മകൾ, അവനും മീരയുമായിട്ടുള്ള ചില വിഷൻസ്, അവൾ ഓഗിയെ സീൽ ചെയ്യുന്നതിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്ന മെമ്മറീസ് സ്പാർക്ക് ആവുന്നതും പെട്ടെന്ന് ആഘാതമുണ്ടായി ഓഗിയുടെ ബോധം നശിച്ച് വീണു പോകുന്നു. എന്തായാലും ആ ഉദ്ദേശം വിജയിച്ചിരിക്കുകയാണ്. ഹെയ്ത്തയുടെ പവർ ഇപ്പോൾ ആ കല്ലുകളിൽ പ്രതിഫലിച്ച് നിൽക്കെ സമീന സമയം കളയാതെ ആ കല്ലെടുത്ത് അയാളുടെ നെഞ്ചിലേക്ക് വെക്കുന്നതും ചുറ്റും പെട്ടെന്ന് കുറെ രക്തത്തുള്ളികൾ രൂപപ്പെട്ട് സമീനയിലുണ്ടായിരുന്ന മുറിപ്പാടുകളൊക്കെയും അപ്രത്യക്ഷമായി ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായി മാറുന്നു. അതിനർത്ഥം ചിരഞ്ജീവിയാകാനുള്ള അയാളുടെ ആഗ്രഹം വെറുതെ ആയില്ല. 2 കല്ലുകൾ ബാക്കി അവിടെ തന്നെ കിടക്കവേ പെട്ടെന്നതായെത്തുകയാണ് മാറോക്ക് മാന്ത്രിക ദണ്ടുമായി.
വഴികാട്ടി എങ്ങനെ അവിടെ എത്തിയെന്നല്ലേ? മാറോക്ക് ആ ടണലിൽ ചെന്നതുകൊണ്ട് ആ ദണ്ട് ഉപയോഗിച്ച് നിലത്ത് കുത്തിയതും അവിടെയുള്ള മന്ത്രശക്തിയുടെ വലയം പ്രത്യക്ഷമായി. ശിങ്കിടികളെ പോലെ രക്തം പറ്റിച്ച് തുറക്കാൻ പറ്റാത്ത മാറോക്ക് അയാളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ പോർട്ടൽ തകർക്കാൻ ആഞ്ഞു പരിശ്രമിച്ച് വായിൽ നിന്ന് ചോരയൊക്കെ വന്ന് അവശനായി പിൻവാങ്ങാൻ നിൽക്കുമ്പോഴാണ് മെല്ലെ ആ പോർട്ടലിൽ വിള്ളൽ വീണ് തുറന്നു വരുന്നത് കണ്ടത്. അങ്ങനെ ഇപ്പോൾ സമീനയ്ക്ക് മുന്നിലെത്തി അയാൾ യുവത്വം വീണ്ടെടുക്കുന്നത് കണ്ട് നിൽക്കുന്നതും സമീൻ ഒരു വാൾ കയ്യിൽ വരുത്തി മാറോക്കിനെ ആക്രമിക്കാൻ എടുക്കുന്നു. തേസൻ ബോസുങ്ങുമൊത്ത് അങ്ങോട്ടേക്ക് പായുവാണെങ്കിലും ഇതുവരെ എത്താറായിട്ടില്ല. സമീനെ തടുത്ത് നിൽക്കുമ്പോഴും മാറോക്കിന് ക്യൂരിയോസിറ്റി സമീൻ എങ്ങനെ ഇത്രയും കാലം ജീവിച്ചു എന്നാണ്. കാരണം ദൈവം തിരഞ്ഞെടുത്ത വഴികാട്ടിയോ ഏഞ്ചൽസോ ഒന്നുമല്ല, ഒരു ഹൈ പ്രീസ്റ്റ് മാത്രമല്ലേ. ശിങ്കിടികളിൽ ഒരുവൻ മാറോക്കിനെ ആക്രമിക്കാൻ തുടങ്ങുന്നതും ആ ദണ്ടുകൊണ്ട് പുഷ്പം പോലെ അവനെ നശിപ്പിച്ച് ചാരമാക്കുന്നു. സമീനയ്ക്ക് നേരെ ദണ്ട് പൊക്കുന്നതുകൊണ്ട് മറ്റുള്ളവർ മാറോക്കിനടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ഈ ദണ്ടിൻ്റെ മറ്റു ചില പ്രത്യേകതകൾ അറിയുവാണ്. പ്രധാനമായും 3 ഗുണങ്ങളുള്ള ഈ സ്റ്റാഫിൻ്റെ ആദ്യത്തേത് നമ്മളിപ്പോൾ കണ്ടു. ഇതുപോലുള്ള ഈവിൾസിനെ നശിപ്പിച്ച് ചാരമാക്കുക. നമ്മുടെ ലോകിയിലും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ അല്ലേ? രണ്ടാമത്തെ സവിശേഷത, ഇത് വെച്ച് മാറോക്കിന് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും. ക്ലോൺ ചെയ്ത് വേറെ കുറച്ച് മാറോക്കുകൾ നിൽക്കുന്നതും ഈവിൾസുമായി അറ്റാക്കുണ്ടായി ദണ്ട് വെച്ച് ഈസിയായി ഓരോരുത്തരെയും നശിപ്പിക്കുമ്പോഴും സമീന അവിടെ അനങ്ങാൻ നിൽക്കുന്നത് യഥാർത്ഥ മാറോക്കിനെ കണ്ടെത്താൻ. അങ്ങനെ കണ്ടെത്തുന്നതും അയാൾ ശരവേഗത്തിൽ മാറോക്കിനടുത്തേക്കെത്തി ആ വാൾ കുത്തി കയറ്റുന്നു. അവശനായി വീഴവെ തിരിച്ചറിയുകയാണ് സമീന ഹെത്തയുടെ ആത്മാവിനെ ഉത്തേജിപ്പിച്ച് ആദിശക്തി കരസ്ഥമാക്കിയ വസ്തുത. ഇന്നേരം ഓഗിയും ബോധം വന്നെഴുന്നേൽക്കുമ്പോൾ ആ ആഘാതത്തിൽ അവന് മനസ്സിൽ മീരയുടെ ഉൾപ്പെടെ കുറെ ഓർമ്മകൾ മിന്നി മറയുകയാണ്. അതെല്ലാം ഫ്ലാഷ് ആവുമ്പോൾ അവൻ ആശ്ചര്യമുണ്ടാക്കുന്നതിന് കാരണം ഈ ഓർമ്മകളെല്ലാം ഒരിക്കൽ മാറോക്ക് നശിപ്പിച്ചതായിരുന്നു. ഹെത്തയുടെ സോൾ സ്റ്റോൺസും മീരയുടെ പവറും ചേർന്ന ഈ എനർജി ഫീൽഡിൽ ഈ മെമ്മറീസ് തിരിച്ചു വന്നപ്പോൾ മാറോക്ക് ഇതെല്ലാം ഓഗിയിൽ നിന്നും നശിപ്പിച്ചതെങ്ങനെ? എന്തുകൊണ്ട്? ഈ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ആ ഒരു വെളിപ്പെടുത്തലിൽ നിന്നാണ്. അന്ന് യുദ്ധത്തിൽ സാരമായി പരിക്കേറ്റ അവശനായി ക്ലിഫിൽ കിടന്ന ഓഗിക്കടുത്തേക്ക് മീര എത്തി എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്ന് കരഞ്ഞു നിന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ തമ്മിൽ ഒരു അഫെക്ഷൻ ഉണ്ടായിരുന്നു എന്നത്. കൊള്ളാം, ഏഞ്ചലും ഡീമണുമായുള്ളൊരു പ്രണയം. ഇവിടേക്ക് തേസൻ എത്തിയപ്പോൾ വാക്കുകൊണ്ടും പവർ കൊണ്ടും തടയാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തേസൻ ഒടുക്കത്തെ അടിക്കായി ഓങ്ങിയതും അവിടെ ഒരു ശക്തി അതിനെ തടഞ്ഞപ്പോൾ ആ മൊമെൻറ്റിൽ തന്നെ മീരയുടെ ബോധവും നഷ്ടപ്പെട്ടു. ആ ശക്തി അത് മാറോക്കിൻ്റേതായിരുന്നു. അയാൾ ഓഗിയുടെ സകല ഓർമ്മകളും മീരയുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞപ്പോൾ ആ പിശാചിനെ നശിപ്പിക്കുന്നതിൽ നിന്ന് തടുത്തതിൽ തേസൻ മാറോക്കിനോട് ക്ഷുഭിതനായി. ഓഗിയെ നശിപ്പിക്കും മുമ്പ് മീരയെക്കുറിച്ചുള്ള ഓർമ്മകൾ വൈപ്പ് ചെയ്യണമെന്നും അതാണ് ദൈവത്തിൻ്റെ ഇച്ഛയെന്നും പറഞ്ഞ് തേസനെ പറഞ്ഞയച്ചു. അങ്ങനെ മീരയും എടുത്തുകൊണ്ട് പോയതിനു ശേഷം മാറോക്ക് ഓഗിയെ നേരിട്ടപ്പോൾ പറഞ്ഞൊരു കാര്യം, ഏഞ്ചൽസുമായി ഒരു കാലത്ത് സൗഹൃദത്തോടെ നിന്നവനാണ് നീ. അതിൻ്റെ ഒരു ദയെന്നോണം മീരയുടെ ഓർമ്മകൾ നിന്നിൽ നിന്ന് നശിപ്പിക്കുകയാണെന്നും പറഞ്ഞിട്ട് ദൈവത്തിനെ നിന്ദിച്ച് നിന്നെ സീൽ ചെയ്യാൻ പോവുകയാണെന്ന് കൽപ്പിച്ചു. ജീവനുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാത്ത ആ അവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം അങ്ങ് തീർത്തേക്കാൻ ഓഗി പറഞ്ഞെങ്കിലും മാറോക്ക് ആ പാറക്കൂട്ടത്തിലേക്ക് അയാളുടെ ശക്തിയാൽ അന്ന് സീൽ ചെയ്യുകയായിരുന്നു. ഇതേ സ്ഥലത്ത് നിന്നുമായിരുന്നു തുടക്കത്തിൽ സമീന ഓഗിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചതും. അങ്ങനെ ഇപ്പോൾ ഓഗിയുടെ മനസ്സിൽ ഈ ഓർമ്മകളെല്ലാം പ്രത്യക്ഷമായി നിൽക്കുമ്പോൾ ഇനി എന്താവും അവിടെ നടക്കാൻ പോവുക? 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രണയം, ഏഞ്ചലായ മീരയും ഡീമണായ ഓഗിയും തമ്മിലുള്ള അഗാധ പ്രണയം, അത് നമ്മെ ഒന്ന് ഓടിച്ചു കാട്ടിത്തരുന്നത് ഈ 6ാം എപ്പിസോഡിലാണ്. ഒരിക്കൽ ലോക്കറ്റിലെ തിളക്കം കണ്ട് ഈവിൾസിന്റെ സാന്നിധ്യം മനസ്സിലാക്കി കാങ്ജയും മീരയും വേട്ടയ്ക്കിറങ്ങി. പൊതുവെ ഇരുട്ട് സമയങ്ങളിൽ മാത്രം വന്നിരുന്ന ഈവിൾസ് അസാധാരണമായി പകൽ സമയത്തും പ്രത്യക്ഷമായി തുടങ്ങിയത് ഇവർക്കൊരു കൺസേൺ ആയിരുന്നുവെങ്കിലും അതിനെ കണ്ടുപിടിച്ച് നിഗ്രഹിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇരുവരും സ്പ്ലിറ്റായി ഓടിയിട്ടൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൂരെ മറ്റിടത്ത് നിന്ന് ഓഗി ഈവിൾ ശക്തിയെ സ്പോട്ട് ചെയ്തിരുന്നു. ഏഞ്ചൽസ് ഇരുവരും ഓടി ഓട്ടം പാഴായി ഇരുന്നങ്ങനെ കാങ്ജ ഇക്കാര്യം മറ്റുള്ളവരെ അറിയിക്കാമെന്ന് പറഞ്ഞ് പോകാനൊരുങ്ങവേ മീര വരുന്നില്ലെന്ന് പറഞ്ഞിരുന്നപ്പോൾ കാര്യം മനസ്സിലായി. ഓഗിയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറോക്കും തേസനും പറഞ്ഞാൽ അത് മീരയേക്കാൾ ആപത്തുണ്ടാകുന്നത് ഓഗിക്ക് തന്നെയായിരിക്കും എന്ന് മുന്നറിയിപ്പ് നൽകി. മീരയ്ക്കെന്നാൽ ഓഗിയുടെ കാര്യത്തിൽ ഒരു ഉപേക്ഷയുമില്ലായിരുന്നു. ലോയലായ കാങ്ജയ്ക്ക് ഈ വിവരം അറിയുമെങ്കിലും അതാരോടും പറഞ്ഞിട്ടില്ല. ഇത് അവസാനത്തേതാണെന്നും ഇനിയും തുടർന്നാൽ മറ്റുള്ളവരോട് പറയേണ്ടി വരുമെന്നും പറഞ്ഞിട്ട് കാങ്ജ അവിടെ നിന്നും പോയി. പോകും മുമ്പ് അവളൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു. നമ്മൾ ഏഞ്ചൽസാണ്, മനുഷ്യരെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ടവർ. എന്നാൽ ഓഗി അവനങ്ങനല്ല, ഒരു മനുഷ്യജന്മമാണ്. അപ്പോൾ ഓഗി ഒരു കാലത്ത് മനുഷ്യനായി ജനിച്ച ഒരുവനാണെന്ന് ഈ ഫ്ലാഷ് ബാക്കിൽ റിവീൽ ആകുമ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിലേക്ക് വന്നാൽ തേസനും വസ്തുവും കാറിൽ പായുവാണ്. മാറോക്ക് സ്വയം തുനിഞ്ഞിറങ്ങിയതാണെന്ന് അവർക്ക് ബോധ്യമായി കഴിഞ്ഞു. ഇന്നേരം ടണലിൽ ആ ക്ലോണിംഗ് വിദ്യയിലൂടെ മാറോക്ക് കിങ്കരന്മാരെ വകവരുത്തി നിൽക്കെ സമീന റിയൽ വെർഷനെ മനസ്സിലാക്കി വാള് കുത്തിയിറക്കുന്നതും ശേഷിക്കുന്ന ക്ലോണുകൾ അപ്രത്യക്ഷമാവുന്നു. ഇതേ സമയത്ത് തന്നെ ഓഗിക്ക് ബോധം തിരികെ വന്നെണീക്കുന്നത്. ഓർമ്മകൾ വീണ്ടും തിരിച്ചിട്ടുന്ന അവൻ നേരിടേണ്ടത് അന്ന് സീൽ ചെയ്ത മാറോക്കിനെ മാത്രമല്ല, സമീനയും. കാരണം ആ സോൾ സ്റ്റോൺ ഉപയോഗിച്ചാണ് അയാളിപ്പോൾ ശക്തനായിരിക്കുന്നത്. പറഞ്ഞു ചതിച്ചെന്ന് മനസ്സിലാക്കി ഓഗി മാറോക്കിനെ മാന്ത്രിക ദണ്ടെടുക്കുന്നതിൽ നിന്ന് അകറ്റി അവൻ്റെ സർവ്വശക്തിയും എടുത്ത് സമീനയുമായി പോരടിക്കുന്നു. സമീനയും ശക്തമായി ആക്രമിക്കാൻ ശ്രമം നടത്തുന്നെങ്കിലും ഒടുവിൽ ഓഗിയുടെ വെറിയിൽ അവിടെ കുത്തേറ്റ് നിശ്ചലമാവുകയാണ്. ഇനി അടുത്തത് അവന് മാറോക്കും.
അയാൾ അവശതയിൽ മീരയെ ഉണർത്താൻ ശ്രമിച്ചു നിൽക്കെ അവനെത്തി തന്നെ നരകിപ്പിച്ചതിനെ ചോദ്യം ചെയ്യുന്നു. 1000-ങ്ങളോളം വർഷങ്ങൾ ഉണർന്നുകൊണ്ട് തന്നെ, എന്നാൽ അത് അനങ്ങാൻ പോലും കഴിയാതെ നരകിപ്പിച്ച് എന്തിന് എന്നതിന് മാറോക്ക് പറയുന്നത് ഒന്ന് മാത്രം: അതായിരുന്നു ദൈവഹിതം. ഓഗിക്ക് തന്നെ അവഗണിച്ചെന്ന് പറഞ്ഞ് ദൈവത്തോട് പോലും ദേഷ്യവും. മാറോക്ക് എങ്ങനെ തന്നെ നരകിപ്പിച്ചോ അതുപോലെ മാറോക്കിനെയും ഒന്നനങ്ങാൻ പോലും കഴിയാതെ സീൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് ഓഗി ചോദിച്ചു നിൽക്കുന്നതും സമീന അവിടെ വീണ്ടും ഉയർക്കുന്നു. ഒരു ചിരഞ്ജീവിയായി കഴിഞ്ഞു എന്ന സത്യം അവരും നമ്മളും മനസ്സിലാക്കുമ്പോൾ അയാൾ അവിടെ മൊത്തം ഒരു വലയം തീർക്കുന്നു കണ്ട് ഓഗി മീരയും എടുത്ത് അവിടുന്ന് ആ പോർട്ടൽ വഴി എസ്കേപ്പ് ആവുന്നു. സമീനയുടെ മറ്റൊരു അപകടകരമായ ശക്തി: അയാൾ മാറോക്ക് നശിപ്പിച്ചില്ലാതാക്കിയ സകല അനുയായികളെയും പുതിയ പവർ വെച്ച് തിരികെ എത്തിച്ചു പോകുന്നതിന് പിറകെ അവശനായി അവിടെ കിടക്കുന്ന മാറോക്ക് തേസനെ ഫോണിൽ വിളിക്കുന്നു. സമീന ഹെദയുടെ ശക്തി കരസ്ഥമാക്കിയതായും ഓഗി മീരയെ കൊണ്ടുപോയി വിവരവും അറിയിക്കുമ്പോൾ വഴികാട്ടിയുടെ അവസാനത്തെ ഉപദേശം ഒന്ന് മാത്രം: സീൽ ചെയ്ത ഹെൽമൗത്ത് ഓപ്പൺ ചെയ്യുക. ഏഞ്ചൽസിന് യഥാർത്ഥ പവർ ആവശ്യമാണ്. കാരണം സമീനയ്ക്ക് ഇനി ഏത് മനുഷ്യനെയും അയാളുടെ ചൊൽപ്പടിക്ക് നിർത്താൻ എന്തും ചെയ്യാനുള്ള പ്രാവീണ്യം ലഭിച്ചിരിക്കുകയാണ്. മനുഷ്യരെല്ലാം നശിച്ചാൽ പിന്നെ ഈ ലോകം നരകമാണ്. മീരയുടെ ഡ്രാഗൺ സോൾ കൂടി സമീന കൈവരിച്ചാൽ പിന്നെ അവനെ തടുക്കാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞ് അന്ത്യനിമിഷത്തിൽ ചുമച്ചും തൊണ്ടയിടറിയും മേടിച്ച പണം തിരിച്ചു തരാൻ പറ്റത്തില്ലടാ എന്ന് പറഞ്ഞ് നിമിഷങ്ങൾക്കകം ശബ്ദം നിലയ്ക്കുന്നു. തേസിനും ബോസും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞങ്ങനെ വേഗത്തിൽ ടണലിലെത്തി ആ തകർന്ന പോർട്ടൽ വഴി കയറി നോക്കുമ്പോഴേക്കും നടക്കാനുള്ളതൊക്കെ നടന്നിരിക്കുകയാണ്. മാന്ത്രിക തണ്ടൊരു വശത്തും ജീവനറ്റ മാറോക്ക് മറുവശത്തും. ബോസുങ്ങിന് ആ കാഴ്ച സഹിക്കാനാവാതെ പൊട്ടിക്കരയുമാണ്. തുടക്കം മുതൽ ഇത്രയും കാലം ഒപ്പമുണ്ടായിരുന്ന കാവൽക്കാരൻ ഇപ്പോൾ മുതൽ ഇനി കൂടെയില്ല. ഏഞ്ചൽസിന് ഇത്രയും വലിയ വേദന മുമ്പ് മറ്റുള്ള ഏഞ്ചൽസ് മരണപ്പെട്ടപ്പോൾ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. തേസൻ ബിൽഡിങ്ങിലെ അണ്ടർഗ്രൗണ്ടിലായി കിടത്തി എല്ലാവരും ചുറ്റും കൂടി നിൽക്കെ മാറോക്കിന്റെ കൈ അയാളുടെ മാത്രമായ മാന്ത്രിക തണ്ടിലേക്ക് കൊണ്ടുവയ്ക്കുന്നതും അവിടെ വെച്ച് അയാൾ അനന്തതയിലേക്ക് ചേരുന്നു. ആ സാന്നിധ്യം ഇനി ഉണ്ടാകില്ല എന്ന ബോധ്യത്തിൽ എല്ലാവരും നിരാശരായി അവിടുന്ന് മാറുമ്പോൾ തേസൻ നേരെ ചുംജിക്കടുത്തേക്കും. അവരും വളരെ ആവശ്യയെ ശ്വാസം മാത്രം എടുത്തുകൊണ്ട് കിടക്കുവാണ്. തേസന്റെ മനസ്സിലേക്ക് വരുന്നത് അന്ന് യുദ്ധമെല്ലാം കഴിഞ്ഞ് ലോകത്തെ ശുദ്ധിയാക്കി നിന്നിരുന്ന ആ സമയം. മാറോക്ക് തേസനടുത്തേക്ക് എത്തിയപ്പോൾ അവന് മനുഷ്യരെ സംരക്ഷിച്ചതുവഴി സ്വന്തം സഹോദരങ്ങളെ ത്യജിക്കേണ്ടി വന്ന നിരാശയായിരുന്നു. മാറോക്ക് പറഞ്ഞു കൊടുത്തു: ഈ ഒരു സൃഷ്ടി എന്നതേ മനുഷ്യർക്ക് വേണ്ടിയാണ്. ഐക്യതയോടെ ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനാണ് അവരെ ഭൂമിയിൽ കുടികൊള്ളിച്ചിട്ടുള്ളത്. ആ സംരക്ഷണത്തിന് വേണ്ടി തീർച്ചയായും ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. എന്നാൽ ഒരിക്കലും അതിൽ നിരാശനാവുകയല്ല വേണ്ടത്. ആ ത്യാഗത്തിന് അർത്ഥമുണ്ടാക്കുകയാണ് വേണ്ടത്. ഈ വാക്കുകൾ മനസ്സിൽ മുഴങ്ങവേ തേസന് ഇനി കൂടുതൽ ചിന്തിക്കാനില്ല. അയാൾ ഒരു വലിയ ചുറ്റിയിലുമായി അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെല്ലുവാണ്. 4 ഏഞ്ചൽസിനെയും അടക്കം ചെയ്തിട്ടുള്ള ആ ഹോളിലാണ് ആ ഹെൽമൗത്ത് എന്ന ഈ ഒരു സോഴ്സ് ഉള്ളത്. തേസൻ ചെന്ന് അതടിച്ചു തകർക്കാൻ തുടങ്ങുന്ന ശബ്ദം അവിടെ ആകെ മുഴങ്ങുമ്പോൾ ഇടിമിന്നലും. വെറുതെ അടിച്ചാലൊന്നും പൊട്ടുന്ന ഒന്നല്ല ഹെൽമൗത്ത് എന്നുള്ളത് കൊണ്ട് തേസൻ സർവ്വശക്തിയും എടുത്ത് ആഞ്ഞടിക്കുമ്പോൾ മറ്റ് ഏഞ്ചൽസ് എല്ലാം അവിടേക്കെത്തി ആശങ്കയോടെ നിൽക്കുന്നു. ആ സീൽ പൊട്ടിച്ചാൽ അപകടമല്ലേ? എന്തായാലും ഒരിക്കൽ പൊട്ടേണ്ടത് തന്നെയായിരുന്നു ഇതെന്ന് മാൽസൂക്കും. അങ്ങനെ തേസന്റെ കൈകൾ പൊട്ടിയും നിർത്താത്ത അടിയിൽ ആ സീലിനെ വിള്ളൽ വീഴുന്നു. അധികം വൈകാതെ അതിൽ നിന്നും വെളിച്ചം പൊട്ടി പുറപ്പെടുന്നതിന് പിറകെ സീൽ ചേരിക്കുന്ന ഏഞ്ചൽസിന്റെ യഥാർത്ഥ ശക്തികൾ. അത് ഓരോരുത്തരിലേക്കും തിരിച്ചെത്തുന്നതും അവരുടെ കൈകളിൽ ആയുധങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. തേസനറിയാം കൊടിയൊരു അബദ്ധമാണിതെന്ന്. അത് മനസ്സിലാക്കി തന്നെ പറയുന്നുണ്ട്: നമുക്കൊരു ദിവസമാണുള്ളത്. അതിനുള്ളിൽ മീരയെ കണ്ടുപിടിച്ച് ഓഗിയും സമീനയും നശിപ്പിക്കുക. അതിനുശേഷം ഒട്ടും സമയം കളയാതെ ഈ ഹെൽമൗത്ത് റീസീൽ ചെയ്യുക. ഇത് പറയുന്നതും അതിൽ നിന്ന് 2 ശക്തികളുടെ പ്രഭാവം പുറത്തേക്ക് പൊട്ടിപ്പുറപ്പെടുന്നു. അത് വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ കരയിലും കടലിലും അതിൻ്റെ ദുസൂചനകളും. ജനങ്ങളെല്ലാം പെട്ടെന്ന് ഇരുണ്ട മേഘാവൃതമാവുന്നത് കണ്ട് അതിശയത്തോടെ നിൽക്കെ സമീനയും കിങ്കരന്മാരും അവർക്ക് മുന്നിലായി പ്രത്യക്ഷപ്പെടുന്നതും പിന്നെ കാണുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതും. ഓരോരുത്തരെ സമീന അയാളുടെ ശക്തികളാൽ കണ്ണൊക്കെ കറുപ്പിച്ച് വശീകരിച്ച് വശത്താക്കുന്നു. മനുഷ്യർ സോംബികളെ പോലെ പെരുമാറാൻ തുടങ്ങുന്നതും മറ്റു ജനങ്ങളെ ആക്രമിക്കാൻ തുടങ്ങുന്നതും ഓഗി മീരയുമായി എത്തുന്നത് ഒരു കൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിലേക്കും. ശക്തി തിരികെ ലഭിച്ചതോടെ ഏഞ്ചൽസ് ആദ്യം തന്നെ ജുംജിയുടെ വിഷമകറ്റി സുഖപ്പെടുത്തുന്നു. ബാങ്ക്രോയുടെ പവർ വഴി അത് ക്ലിയർ ആവുമ്പോൾ ഇനി ഒരേ ഒരു ദൗത്യം മാത്രം മുന്നിൽ: നീചശക്തികളെ ഒരിക്കൽ കൂടി നശിപ്പിച്ച് മീരയെ തിരിച്ചു കൊണ്ടുവരാൻ ഇറങ്ങിത്തിരിക്കുക. കാലങ്ങൾക്ക് മുന്നേ പല ത്യാഗങ്ങളിലൂടെ അവസാനിപ്പിച്ച ആ യുദ്ധം വീണ്ടും നടക്കാൻ പോവുകയാണ്. ദൈവനിയുക്തമായ അന്ന് ആ കുരുക്ഷേത്ര ഭൂമിയിൽ സകല ഏഞ്ചൽസും അവരുടെ യൂണിക് പവറുകൾ വെച്ച് ഈവിൾസിനെ നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തേസൻ ചൂടൻ കൈകൾ വെച്ച് ഇതിൻ്റെ എല്ലാം ആണിയായ ഹേത്തയെ അവശനാക്കി വീഴ്ത്തി. ഹേത്തയും അപ്പോൾ സമീനയുടെ മന്ത്രശക്തിയാൽ കണ്ണുകൾ കറുത്തു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഒരു കാലത്ത് പൊന്നെ പോലെ കൊണ്ടുനടന്ന അവനെ വീണ്ടും ഉപദ്രവിക്കാൻ മനസ്സുവരാതെ തിരിഞ്ഞു നടന്നപ്പോൾ മാറോക്കാണ് അവിടെത്തി ആദ്യമേ അവനെ നശിപ്പിക്കാൻ തുനിഞ്ഞത്. എന്നാൽ അതിനുമേൽ ശക്തനായ ഹേത്തൈ മാറോക്കിന്റെ മന്ത്രാലയം പൊട്ടിച്ച് അയാളെ ചുഴറ്റിയെറിഞ്ഞപ്പോൾ അവിടേക്കെടുത്ത ഏഞ്ചൽസിന് നേരെ ദുശക്തി പ്രയോഗിച്ചതിന്റെ ഫലമായിരുന്നു ആ 4 ഏഞ്ചൽസും യുദ്ധമൊത്ത് വെച്ച് തന്നെ തീർന്നത്. അങ്ങനെ ആ നിമിഷമാണ് തേസൻ ഒരു അബദ്ധം പറ്റിയെന്ന് മനസ്സിലാക്കി സർവ്വശക്തിയും ഉപയോഗിച്ച് ഹേത്തയെ നശിപ്പിച്ചത്. ഒടുവിലായി ഏഞ്ചൽസിന്റെ ശക്തികളെല്ലാം ഉപയോഗിച്ച് ഹെൽമൗത്ത് ശക്തമായി സീൽ ചെയ്ത് മനുഷ്യരായി ജീവിക്കാൻ വിധിക്കപ്പെട്ടത് ഈ ഒരു സാഹചര്യത്തിലായിരുന്നു.
ഇപ്പോൾ വീണ്ടും ആ ഇരുട്ട് മൂടുമ്പോൾ കരുത്തേറിയ നീചതയുമായി സമീനയും സംഘത്തെയും കൂടി നേരിടുക എന്നത് വലിയൊരു ടാസ്ക്കാണ്. ഇതിൽ ഈ മാലാഖമാർ കുഴപ്പങ്ങളൊന്നും കൂടാതെ വിജയിക്കുമോ? ഓഗി മീരയും രക്ഷിച്ചുകൊണ്ടെത്തിയത് ഒരു ക്ലിഫിലേക്കല്ലേ? ഇവർ തമ്മിൽ ഒരിക്കലുണ്ടായിരുന്ന അഗാധ പ്രണയം, കാങ്ജിക്ക് മാത്രം അറിയാമായിരുന്ന ആ ബന്ധം വളരെ ദൃഢമായി വളർന്നു. നാളെ ഒരിക്കൽ നീചശക്തികളെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാൽ സോൾ സ്റ്റോൺസ് കണ്ടെത്താനുള്ള പ്രത്യേക കഴിവ് ദൈവം തന്നിരിക്കുന്നത് ഓഗിക്കാണെന്ന് മീര പ്രശംസിച്ചപ്പോൾ അവനിങ്ങനെ ഏഞ്ചൽസിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനോടുള്ള എതിർപ്പും അവർക്കൊപ്പം നിൽക്കാനുള്ള ആഗ്രഹവും പറഞ്ഞു. മാറോക്ക് ദൈവത്തോട് നടത്തിയ ശക്തമായ പ്രാർത്ഥനയിൽ അയാൾ മാലാഖമാരുടെ വഴികാട്ടിയായി അവരോടൊപ്പം കൂടാനുള്ള സാഹചര്യം ഉണ്ടായ പോലെ താനും അങ്ങനെ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ മീര അതിനെ ശക്തമായി എതിർത്തത് ആപത്തെപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഏഞ്ചൽസിനോടൊപ്പം നിൽക്കുന്നത് എത്രത്തോളം അപകടമാണെന്ന് അറിയാമായിരുന്നുകൊണ്ടായിരുന്നു. ഈവിൾസിന്റെ സാന്നിധ്യം സെൻസ് ചെയ്യാൻ കഴിവ് ലഭിച്ച ഓഗി എന്നാൽ മുന്നേ ആ സാന്നിധ്യം കണ്ടെത്താൻ വന്നപ്പോഴേക്കും അത് മറഞ്ഞതിൽ അവൻ അസ്വസ്ഥനായിരുന്നു. കാരണം ആരോ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നൊരു തോന്നൽ അവനുണ്ടായി. കാങ്ജിയും മീരയും കണ്ടെത്താനോടി ആ ഈവിൾ സ്പിരിറ്റ് ചെന്നെത്തിയത് സമീനയ്ക്കടുത്തേക്കായിരുന്നു. ഇരുണ്ട ചന്ദ്രന്റെ ഉദയം ഉടൻ ഉണ്ടാകുമെന്നും ഹെൽമൗത്ത് എന്ന ഈവിൾ സോഴ്സ് ഏഞ്ചൽസ് കണ്ടുപിടിക്കുന്നതിന് അടുത്തുവരെ എത്തിയിടണമെന്നും അറിയിച്ച് കിങ്കരന്മാരെ പറഞ്ഞയച്ചതിന് പിന്നാലെ ആ ഈവിൾ സ്പിരിറ്റ് സമീനയ്ക്കടുത്തേക്കെത്തി. അയാൾ അതിനു മുന്നിൽ തലകുനിച്ചപ്പോൾ അത്രമാത്രം വലിയ ഒന്നായിരുന്നു അതെന്ന് വ്യക്തമായി. അങ്ങനെ അത് സമീനയുടെ ഉള്ളിലേക്ക് കയറിയതോടെ അതിശക്തനുമായ അയാൾ. ഓഗിയാകട്ടെ തീരുമാനത്തിൽ ഉറച്ചു തന്നെയായിരുന്നു. രാവും പകലുമില്ലാതെ കാലങ്ങൾ പ്രാർത്ഥിച്ചൊടുവിൽ അവശനായി കിടന്നിരുന്ന അവൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അത് വെളിച്ചമല്ലായിരുന്നു, അന്ധകാരമായിരുന്നു. ദൈവത്തിനെ വിളിച്ചപ്പോൾ എത്തിയത് സമീനയും. കേവലം മനുഷ്യനായ നിന്നെ ദൈവം ഒരിക്കലും ഏഞ്ചൽസിനോടൊപ്പം കൂട്ടാൻ പോണില്ലെന്ന് അയാൾ പരിഹസിച്ചു. അതിനു പകരം ഏഞ്ചൽസിനേക്കാൾ വലിയ, അവരെ അനുസരിപ്പിക്കാനും ഭരിക്കാനും കഴിയുന്ന ഒരു ശക്തനാക്കി മാറ്റാമെന്ന് ആ ഇരുട്ടിൻ്റെ ശക്തി പറഞ്ഞങ്ങനെ വീണ് കിടന്നിരുന്ന അവൻ്റെ മേലിലേക്ക് രക്തത്തുള്ളികൾ വീഴ്ത്തിയപ്പോൾ ഓഗിക്ക് മാറ്റങ്ങൾ പ്രകടമാകാൻ ആരംഭിച്ചു. ഒടുവിൽ അവനെ നീചതയിലൂടെ ശക്തമാക്കിയെങ്കിലും അവൻ്റെ ചോദ്യം എന്തിന് സമീനയുടെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്നായിരുന്നു. ഏഞ്ചൽസിനെല്ലാം എത്രയും പെട്ടെന്ന് നശിപ്പിക്കുക, അവറ്റകൾ ഹെൽമൗത്ത് കണ്ടെത്തി അത് തകർക്കാൻ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയിച്ചു. മീരയുടെ സോൾ നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം അവർക്ക് ശക്തികൾ കൂട്ടി ലയിപ്പിക്കാനുമാകില്ല, ഹെൽമൗത്ത് നശിപ്പിക്കാനുമാവില്ല. അതാണ് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ഓഗിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ മൈൻഡ് വേറെയായിരുന്നു. ഓഗി തന്നെക്കാൾ ശക്തനായതുകൊണ്ട് സമീനയ്ക്ക് അതിര് കടന്നൊന്നും ചെയ്യാനും കഴിയാത്ത അവസ്ഥ. അങ്ങനെ ഓഗി ഇവളായത് കാങ്ജ കണ്ടെത്തി. ലോക്കറ്റ് തിളങ്ങിയത് വഴി കണ്ടുപിടിച്ച് ഇവൾക്ക് ഇതൊരു ഞെട്ടലായിരുന്നു. എന്തിനെങ്ങനെ ചെയ്തെന്ന് ഉദ്ദേശിച്ചപ്പോൾ അവൻ സ്വന്തം ജീവിതം ഒതുക്കി നിർത്താതെ എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞു. ഇപ്പോഴും താൻ പഴയ പോലെ തന്നെയാണെന്ന് പറഞ്ഞത് സമീനയ്ക്ക് പിടിച്ചില്ലെങ്കിലും കാങ്ജ ഇനിയും സമയമുണ്ട്, വൈകിട്ടില്ല, തേസിനടുത്തേക്ക് എത്തിച്ചാൽ നിന്നെ മുക്തനാകാൻ കഴിയും എന്ന് നിർബന്ധിച്ചു. എന്നാൽ ഓഗി അവിടെ മുതൽ അഹങ്കാരത്തിൻ്റെ അന്ധതയിലേക്ക് മുങ്ങി തുടങ്ങുകയായിരുന്നു. കാങ്ജിയെ നശിപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തി വിട്ടപ്പോൾ മീരയും അവൻ്റെ അബദ്ധം മനസ്സിലാക്കി. ഓഗിയുടെ വിഡിത്തം അവളെ നല്ലവണ്ണം തളർത്തി, ആകുലതയിലാക്കി. കാണാൻ ശ്രമിച്ചെങ്കിലും അവൻ മീരിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങുകയായിരുന്നു. ഈ ഓർമ്മകളെല്ലാം ഇപ്പോൾ ഈ പ്രസൻറ്റിൽ ക്രിസ്റ്റൽ ക്ലിയറായി ഓഗിയിൽ തിരിച്ചെത്തുമ്പോൾ വൈകാതെ മീരയിലേക്ക് അവളുടെ ശക്തി തിരികെ എത്തി എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ഓഗിയെ. ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ഒരു സമയം എത്തിയിരിക്കുകയാണ്. അത് ചോദിക്കാൻ എന്തിനാണ് ഇങ്ങനെ ഇവളായി മാറിയതെന്ന്. ഓഗിക്ക് മീരയെ വേണമെന്ന അതിയായ ആഗ്രഹം മാത്രമാണ് ഇപ്പോഴും ഉള്ളിൽ. എന്നാൽ അവനിലെ നീചത ഒരു തടസ്സമായി ഉള്ളിൽ തന്നെ ഉണ്ട്. മീര അവനെ എതിർത്ത് അവിടുന്ന് പോകുമ്പോൾ ടൗണിൽ തേസനും സംഘവും മീരയെ കണ്ടുപിടിക്കും മുന്നേ ജനങ്ങളുടെ അവസ്ഥ മൂലം വ്യാപിച്ചു വരുന്ന ഈവിൾസിനെതിരെ പോരാടേണ്ടി വരുന്നു. ഇരുണ്ട കണ്ണുകളുമായി വെരി പിടിച്ച് ആക്രമിക്കുന്നവരെ പോലീസിന് പോലും എന്തു ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ നീതിശക്തിയിൽപ്പെട്ടവരെ ബാങ്കറുടെ പവർ വെച്ച് ഹീൽ ചെയ്ത് തിരികെ കൊണ്ടുവരാമെന്ന് മനസ്സിലാക്കുമ്പോൾ തേസനും കാങ്ജിയും ബിൽഡിങ്ങിന് മുകളിൽ ശക്തരായ നീതിശക്തികളുടെ സാന്നിധ്യം പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ ബാറുകളിൽ ഇനിയും പൊട്ടിപ്പുറപ്പെട്ട ഈ ഒരു അപായം അറിയാതെ എൻജോയ് ചെയ്യുന്ന കുറേ പേരും. ജോംഷിയെ വീണ്ടും കാണുമ്പോൾ അവനെയും ഇത്തവണ നീതിശക്തികൾ ആക്രമിക്കുന്നതിൽ നിന്ന് തേസനും കാങ്ജിയും രക്ഷിക്കുന്നു. എവിടെയെന്നോ എന്തെന്നോ ഒരെത്തും പിടിയും കിട്ടാതെ നിൽക്കുന്ന മീരയ്ക്കടുത്തേക്ക് ഒടുവിൽ സമീനയും സംഘവും എത്തുകയാണ്. മീരയ്ക്കെതിരായി ഈവൾ ഫോഴ്സ് ഉപയോഗിക്കുന്നതും അവൾ എതിർത്തു തുടങ്ങുന്നതിന് ബദലായി കിങ്കരന്മാരെ അയക്കുന്നു. അവളുടെ ശക്തി വെച്ച് ഓരോരുത്തരെ വീഴ്ത്തുന്ന കണ്ട് സമീനയും നേരിട്ടിറങ്ങി ഇരുവരും തമ്മിലൊരു മൽപ്പിടുത്തം നടത്തി ഒടുവിൽ മീരയെ നിലംപരിശയാക്കുന്നു. ബോധം നഷ്ടപ്പെട്ട് അവളെ എടുത്തുകൊണ്ട് പോകുമ്പോൾ മീര ഓഗിക്കടുത്തുണ്ടെന്ന് കാങ്ജിക്കുള്ളിൽ വന്ന് സെൻസ് വെച്ച് തേസനും സംഘവും പോകുന്ന വഴിക്ക് ഓഗി സ്വയം അവരുടെ മുന്നിലേക്ക് എത്തുന്നു. എന്നാൽ നിൽക്കുന്നത് പോരടിക്കാനല്ല എന്ന് തിരിച്ചറിയുവാണ്. മീരയെ സമീര ബന്ദിയാക്കി ഹെൽമൗത്തിലേക്ക് കൊണ്ടുപോകാനാണ് പ്ലാൻ. അവിടെ വെച്ച് മീരയിൽ നിന്ന് ഡ്രാഗൺ സോൾ പിഴുതെടുത്ത് ഏറ്റവും വലിയ നീതിശക്തിയാകാനാണ് അവൻ്റെ ഉദ്ദേശമെന്ന് ഓഗി അവരെ അറിയിക്കുമ്പോൾ ഒരു മനമാറ്റമെന്ന പോലെ പിന്നീട് ഏഞ്ചൽസിനോട് പറയുന്നത് തന്നെ വെറുതെ വിടാൻ, ഈ നീചതയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയാണെന്നും അതിന് തയ്യാറാണെന്നും പശ്ചാത്തപിക്കുന്നത് ഓഗിക്ക് മാനസാന്തരം ഉണ്ടായതുകൊണ്ടും. സമീനയും നേരം തേസൻ ബിൽഡിങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. മീരയും കൊണ്ടവർ ആ ബേസ്മെന്റിലേക്ക് കടന്ന് ഹെൽമൗത്തും മൃത്യുവരിച്ച ഏഞ്ചൽസിനെ അടക്കിയിട്ടുള്ള ആ ഒരു സ്പേസിലെത്തി അവളെ കിടത്തി നിലവിലെ ശക്തി വെച്ച് അവളുടെ ഡ്രാഗൺ സോൾ പുറത്തെടുക്കുന്നു. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആരും തടയാൻ വരാതെ സമീന ആ സോൾ തന്നിലേക്ക് ചേർക്കുന്നതോടെ അവിടെ സ്ഥിതി രൂക്ഷമാവുന്നു.
വൈകാതെ അവിടേക്ക് എത്തുന്ന തേസനെയും മറ്റു ഏഞ്ചൽസിനെയും തടുക്കാൻ സംഘത്തെ വിട്ട് ഉടൻ തന്നെ അയാൾ ചെയ്യുന്നതോ ആ കല്ലറ നശിപ്പിക്കുകയാണ്. മുമ്പൊരിക്കൽ തേസൻ കണ്ട ദുസ്വപ്നം പോലെ ആ ഖബറെല്ലാം പൊളിയുമ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതറിയുന്നത് ഏഞ്ചൽസിനെ ഞെട്ടലിലും. മുകളിലേക്ക് വരുന്ന സംഘത്തിനെതിരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നതും ഈ ഏഞ്ചൽസിനെല്ലാം എതിർത്ത് മരണമടഞ്ഞ 4 ഏഞ്ചൽസും മുന്നിൽ. അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ച. സമീനയുടെ ശക്തിയിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ 4 ഏഞ്ചൽസും നീചശക്തികളായി പുനർജീവൻ കൈവരിച്ചപ്പോൾ സ്വന്തം സഹോദരരെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. അവരെ ഡിഫെൻഡ് ചെയ്യാൻ പറഞ്ഞ തേസൻ സമീനയ്ക്കടുത്തേക്ക് എത്താൻ കിങ്കന്മാരെ അടിച്ച് നശിപ്പിക്കവേ ഏഞ്ചൽസ് ഈവിൾസായ സഹോദരരെ തടയാൻ ശ്രമിക്കുന്നു. ഇവിടെ ബോസിങ്ങിൻ്റെ അസാധ്യ മേവടക്കം ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ്. തിരിഞ്ഞും മറിഞ്ഞും ചാടിയുമൊക്കെ അവനും തേസനെ ബാക്ക് ചെയ്ത് ഈവിൾസിനെ നശിപ്പിക്കുമ്പോൾ അവിടെ തേസനെ ജോലി കുറഞ്ഞ് നേരെ താഴേക്ക് വിടുന്നു. ഏഞ്ചൽസിനെ നീശക്തി ബാധിച്ചതോടെ പതിവിലും സ്ട്രോങ് ആയിട്ടുള്ള അവരെ മെരുക്കാൻ മറ്റുള്ളവർ പാടുവിടുമ്പോൾ ഇന്നേരമെല്ലാം മോഗി പുറത്തെന്തിനോ വേണ്ടി കാത്തു നിൽക്കുകയാണ്. താഴെ എത്തിയ സമയം മീരെ പൂർണ്ണമായി നിഗ്രഹിക്കാൻ സമീനയും സംഘവും കൂടി നിൽക്കുന്ന സർക്കിളിലേക്ക് തേസനും എത്തുന്നു. ഓരോരുത്തരെ അടിച്ചിടുമ്പോൾ അവിടെ അയാൾ തേസനും വാഗ്ദാനം നൽകുവാണ്, കൂടെ ചേർന്നാൽ ഒരു ത്രെട്ടുമില്ലാതെ പവർഫുള്ളാകാം. ഇതിന് തേസന് മറുപടി കിങ്കരന്മാരെ ഇടിച്ച് നശിപ്പിച്ചുകൊണ്ടു. എന്നാൽ ഇത് കണ്ടൊന്നും കുലുങ്ങാതെ നിൽക്കുന്ന സമീനയുടെ അടുത്ത വിദ്യ നശിച്ച അത്രയും അനുയായികളെ അയാൾ ഫോഴ്സ് വെച്ച് തിരിച്ച് പ്രത്യക്ഷപ്പെടുത്തുന്നു, അതും ക്ഷതമെല്ലാം ഹീൽ ചെയ്തുകൊണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി തേസൻ എന്ത് ചെയ്യാനാകും? മനുഷ്യവംശത്തെ നീചശക്തികളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം നിയോഗിക്കപ്പെട്ട 12 മാലാഖമാർ. ഇരുട്ട് ഓരോരുത്തരേക്കും വ്യാപിച്ച് നാട് തന്നെ ഒരു അന്ധകാരമാകാൻ തുടങ്ങിയപ്പോൾ ഈ അവതാരങ്ങൾ ശക്തമായ പോരാട്ടങ്ങളിലൂടെ നന്മയെ നിലനിർത്തി. എന്നാൽ ഏഞ്ചൽസിന് കൂട്ടായി ദൈവം സൃഷ്ടിച്ച മറ്റൊരു അവതാരം ഹെയ്തൈ ദുഷ്ടരായ സമീന ഓഗയെ കൂട്ടി ആ അവതാരത്തെ സ്വാധീനിപ്പിച്ച് ഏറ്റവും വലിയ നീശക്തിയാക്കി മനുഷ്യർക്കും ഏഞ്ചൽസിനുമെതിരെ പ്രയോഗിച്ചപ്പോൾ തേസനിലും കൂട്ടരിലും അതൊരു നിരാശ തന്നെ ആയിരുന്നുവെങ്കിലും ഹെൽമൗത്തിലേക്ക് സീൽ ചെയ്യുക എന്നത് മാത്രമായിരുന്നു ഏക വഴി എന്നുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ നടക്കാനിടയാക്കി. അങ്ങനെ കാലാകാലങ്ങൾ കടന്നു പോയപ്പോഴെല്ലാം ഈ നരകമുഖത്തെ കാവൽക്കാരായി അവിടെ തന്നെ കൂടി. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു സിറ്റുവേഷൻ എത്തിയിരിക്കുകയാണ്. നശിച്ചെന്ന് കരുതിയിരുന്ന സമീന പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന മനുഷ്യരെ വീണ്ടും ഇരുട്ടിലേക്ക് തള്ളിവിടുമ്പോൾ തേസനും സംഘത്തിൻ്റെയും ഇനിയുള്ള ദൈവകൽപ്പിതം എന്താകും? അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളുടെ ഒരന്ത്യത്തിലെത്തിയിരിക്കുകയാണ്. 12ന്റെ സീസൺ ഫിനാലയിൽ നരകമായിക്കൊണ്ടിരിക്കുന്ന നാട്ടിലെ കാഴ്ചകൾ തുടരുമ്പോൾ സമീനയ്ക്ക് മുന്നിൽ തേസൻ നിൽക്കുകയാണ്. കൂടെ കൂടാനുള്ള സമീനയുടെ ചെറ്റവർത്താനം തേസൻ മുളയിലെ നുള്ളുമ്പോൾ അവിടെ നശിപ്പിച്ച ഈവിൾസിനെ എല്ലാം അയാൾ പുനർജനിപ്പിക്കുന്നു. കൊടൂരമായൊരു മാന്ത്രിക വളം സമീന കൈകളിലേക്ക് എത്തിക്കുമ്പോൾ തേസൻ അവിടെ വീണ്ടും ഈവിൾസിനെല്ലാം ശക്തമായി ഇടിച്ചു വീഴ്ത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും സമീന അവിടെ അതിനുമേൽ ശക്തനായി ആക്രമണം നടത്തുന്നു. അതിനെ ചെറുക്കാൻ തേസൻ പാടുവിടുമ്പോൾ നീചരായി മാറിയ സ്വന്തം സഹോദരയെ മെരുക്കാൻ പാടുവിടുന്ന മാൽസൂക്കും ബോസുങ്ങും ബാങ്ക്രോയും ജിജോയും കാങ്ജയും ധോണിയും ഈവിളായി മാറിയ ഏഞ്ചൽസിനെ ഓരോരുത്തരെ അവശ്യരാക്കാൻ കഴിയുന്നെങ്കിലും താടിയൊടുവിൽ സമീനയുടെ വാളിന് മുന്നിൽ തേസൻ അവശ്യനായി ശക്തി ക്ഷയിച്ച് വീഴുന്നു. അന്ധകാരം മൂടി ജനങ്ങളെല്ലാം സമീനയുടെ അധീനതയിൽ അങ്ങോട്ടേക്ക് അടുക്കുമ്പോൾ സമീനയ്ക്കെതിരെ പോരാടാൻ ഓഗി എത്തുകയാണ്. ഒരിക്കൽ ഓഗി തന്നെക്കാൾ ബലവാനായിരുന്നെങ്കിൽ ഇപ്പോൾ ഹെതയുടെ സോൾ സ്റ്റോണും മീരയുടെ ഡ്രാഗൺ സോളും ലയിപ്പിച്ച് സർവ്വശക്തനായി നിൽക്കുന്നത് സമീനയാണ്. തീവ്രമായ പോരാട്ടങ്ങൾക്കൊടുവിൽ ഓഗിയെ വീഴ്ത്തിയ ശേഷം മീരയാണ് നിന്റെ താല്പര്യമെങ്കിൽ എൻ്റെ ഈ നീചതയുടെ ലോകത്ത് നിനക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്ന മീരയ്ക്ക് നേരെ അയാൾ ശക്തി പ്രയോഗിക്കാൻ തുടങ്ങുന്നതും തേസൻ വന്നതിനെ തടുത്ത് അവളുടെ മുന്നിൽ നിൽക്കുന്നു. ഉടൻ വാളുമായി തേസനടുക്കിലേക്ക് കുത്താൻ ഓങ്ങുന്നതും അത് കൊള്ളുന്നാകട്ടെ ഓഗിക്കും. ഈ ഒരു നിമിഷത്തിൽ ഓഗിയുടെ ദാരുണമായ അന്ത്യം തേസൻ ഞെട്ടലോടെ നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ ചിറകുകൾ ഒടിച്ചെടുത്ത് നിശ്ചലനായി വീഴ്ത്തുന്നു. ഇതോടെ അരിശം കൊണ്ട് സർവ്വശക്തിയുമെടുത്ത് തേസൻ സമീനയുമായി പോരാടി ഒടുവിൽ ഈവിൾസിനെ നശിപ്പിക്കാനുള്ള ശക്തി കൈകളിലേക്ക് വന്ന് സമീനെ ഇടിച്ച് നശിപ്പിച്ച് ചിന്നാഭിന്നമാക്കുന്നു. ഇതോടെ അയാളിൽ നിന്ന് ഡ്രാഗൺ സോൾ തിരികെ മീരയിലേക്ക് എത്തി അവൾക്ക് ബോധം വരുമ്പോൾ കാണേണ്ടി വരുന്നത് ദുസ്സഹമായ കാഴ്ചയാണ്. ഓഗി അവസാന സമയത്ത് പോലും മീരയെ ആലോചിച്ചാണ് നിശ്ചലനായത്. എപ്പോഴായാലും സ്വന്തം ജീവൻ നോക്കാതെ മീരയെ സംരക്ഷിക്കാൻ ശ്രമിക്കും എന്ന വാക്കുകൾ ഓഗി ഒരിക്കലും മറന്നില്ല. ഇതോടെ മറ്റു ഏഞ്ചൽസും അവിടെത്തി ഈ കാഴ്ച കൊണ്ട് വിഷമിച്ച ശേഷം ഇനി ശേഷിക്കുന്ന പ്രധാന ദൗത്യം ഹെൽമൗത്ത് വീണ്ടും സീൽ ചെയ്യുക. വീണ്ടും ഒരിക്കൽ ഒട്ടും ആഗ്രഹമില്ലെങ്കിൽ കൂടി എല്ലാവരുടെയും യഥാർത്ഥ ശക്തികളിൽ അവരവരിൽ നിന്ന് പുറത്തെടുത്ത് ഈ ഈവിൾസിനെ എല്ലാം അതിലാക്കി സീൽ ചെയ്യുന്നു. ഇതോടെ ഇരുണ്ടുമൂടിയ ആകാശം വെളിച്ചത്തിലേക്ക് തിരിച്ചെത്തി ജനങ്ങളെല്ലാം പൂർവ്വസ്ഥിതിയിലാവുകയാണ്. ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ഏഞ്ചൽസിൽ നിന്നും നീചത വിടുതലാവുമ്പോൾ അവർക്കിത് ഒരു 2ാം ജന്മവും. സമീനയുടെ ശക്തിയാൽ ഉണ്ടായ ഒരേ ഒരു നല്ല കാര്യം 4 ഏഞ്ചൽസിനെയും വീണ്ടും തിരികെ ലഭിക്കുന്നതോടെ തേസനും സംഘത്തിനും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷവും സ്നേഹപ്രകടനങ്ങളും. മീരയ്ക്കും ഇതൊരു സന്തോഷമാണ്, എന്നാൽ ഉള്ളിൽ അതുപോലൊരു നീറ്റലും. അങ്ങനെ വീണ്ടും നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പുതിയ ലോകത്തെക്കുറിച്ച് സഹോദരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഏഞ്ചൽസ് എല്ലാം. എങ്ങനെ ജീവിക്കണം, പണം എന്ന വിലയുള്ള കടലാസ്, മൊബൈൽ ഫോൺ, അങ്ങനെ പലതും. തേസൻ ഇടയ്ക്കിടയ്ക്ക് ഓർഫണേജിലും അതുപോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ നല്ലൊരു തുക ആരും അറിയാതെ കൊണ്ടുവച്ച് പോകുന്നതിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ മാറോക്കിനെ പോലെ ഡിറ്റക്റ്റീവ് ആകാൻ ഇപ്പോൾ ശ്രമം തുടങ്ങിയിട്ടുള്ള ബോസൊന്നും. ഒരിക്കൽ ഇനി മനുഷ്യരെ സഹായിക്കില്ല എന്ന് തീരുമാനമെടുത്ത തേസൻ ഇപ്പോൾ അത് മറന്ന് വീണ്ടും സഹായിക്കാൻ തുടങ്ങുന്നത് ഒരു നല്ല കാര്യം.
അങ്ങനെ അയാൾ എല്ലാവർക്കും പുതിയ ഫോണുകൾ മേടിച്ച് എല്ലാവരോടും ജുംജയുടെ തട്ടുകടയിലേക്ക് ഭക്ഷണത്തിന് കൂടാൻ മെസ്സേജ് അയച്ച് അവരെല്ലാം അതിന് തയ്യാറാവുമ്പോൾ മീര മ്യൂസിയവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ നവീകരണ പരിപാടികളിലും മറ്റേ ഏഞ്ചൽസിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്നത് പുത്തിരിയില്ലാത്ത അവൾ ഓഗിയെ മറക്കാൻ കഴിയാത്തൊരു ജീവിതത്തിലാണ്. ഇതിനിടയ്ക്ക് മറ്റൊരു സന്തോഷ വാർത്ത. ബാംഗ്ലൂരിക്കൊടുവിൽ സംസാരിക്കാനുള്ള ശേഷി മെല്ലെ തിരികെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരിലേക്കും പവർ ഒരു പ്രാവശ്യം കൂടി വന്നു പോയതിൻ്റെ എഫക്റ്റ്. അങ്ങനെ ജുംജയുടെയും മാംബോഗിൻ്റെയും പുതിയ റെസ്റ്റോറൻറ്റിലേക്ക് എല്ലാവരും പോയി മൂക്കുമുട്ടി കഴിച്ച് ആഘോഷിക്കുന്നു. ഈ കൂട്ടത്തിൽ എന്നാൽ മീരയില്ല. അവൾ ഓഗി ഒരിക്കൽ സീൽ ചെയ്ത നമ്മൾ കണ്ട ആ ഒരു ക്ലിഫിലേക്ക് ചെല്ലുവാണ് അവൻ്റെ ഓർമ്മകളുമായി. എന്നാൽ അവിടെ ഒരു ഇരുണ്ട് ശക്തി രൂപങ്ങളുമാണ്. മീര അതിശയത്തോടെ നോക്കി നിൽക്കെ തേസൻ ഈ പലിശയ്ക്ക് പണം കൊടുക്കൽ പരിപാടി അവസാനിപ്പിക്കുന്നു എന്ന പോലെ ഏഞ്ചൽ ക്യാപിറ്റൽ ഗ്രൂപ്പ് ബോർഡിളക്കി മാറ്റുമ്പോൾ പെട്ടെന്ന് അയാൾക്കും എന്തോ ഒരു വല്ലാത്ത ഫീലിംഗ്. ശരിയല്ലാത്ത എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന ചിന്തയിൽ നിൽക്കുമ്പോൾ ബിൽഡിങ്ങിനുള്ളിലായി എന്തോ നീചശക്തി കയറിക്കൂടിയതിൻ്റെ അന്തരീക്ഷം. അവിടെ കിടപ്പുള്ള തേസന്റെ ലോക്കറ്റും തിളങ്ങി നിൽക്കെ ബേസ്മെന്റിൽ കിടത്തിയിരിക്കുന്ന ഓഗിയിൽ വീണ്ടും തിളക്കമുണ്ടാവുന്നു. അവൻ്റെ നെഞ്ചിലെ ചുവന്ന പ്രകാശം വീണ്ടും ജ്വലിക്കാൻ തുടങ്ങുമ്പോൾ ഓഗിയുടെ കഥ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നൊരു പോയിന്റിൽ ഈ സീസൺ ഇവിടെ തീരുകയാണ്. മീരയ്ക്ക് എന്ത് സംഭവിച്ചു എന്നത് വ്യക്തമല്ലെങ്കിലും ആ നീചശക്തി അവളെ കൊടുക്കാനുള്ള സകല സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെ 12 എന്ന ഈ കൊറിയൻ സീരീസിൻ്റെ 1ാം സീസൺ ഇവിടെ അവസാനിക്കുമ്പോൾ എന്താണ് സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ടേക്ക്? ശക്തമായൊരു കാസ്റ്റിംഗ് ഉണ്ടായിട്ടും ഒരു ഫ്ലോയോ ഡെപ്തോ ഇല്ലാത്തത് ഈ സീരീസിൻ്റെ പോരായ്മയാണ്. ഒരു ഇമ്പാക്റ്റ് വരുത്താൻ 12 സാധ്യമായിട്ടില്ല എന്ന് വേദനയോടെ പറയാം. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്സ് പറയാൻ മറക്കണ്ട. അപ്പോൾ മറ്റൊരു അടിപൊളി സീരീസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടേക്ക് കെയർ, ലവ്ലീസ്.